നാഗപ്പൂരിൽ ഉദയം കൊണ്ട രാഷ്ട്രീയ സ്വയംസേവക സംഘമെന്ന ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ വളർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച കാലം. മൂവാറ്റുപുഴയിലെ ആലപുരത്ത് ചെറുവള്ളിമന അക്കാലത്ത് RSS പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു. അന്ന് വിദ്യാർത്ഥിയായിരുന്ന എസ് രാമനുണ്ണിയും ചെറുവള്ളിമനയിൽ നിന്ന് സംഘപാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരനായി. അടിയന്തരാവസ്ഥക്കാലത്ത് ഒളിവിലെ തെളിനാളമായി പ്രവർത്തിച്ചു. ഇന്ദിരാ ഫാസിസത്തിന്റെ അപകടങ്ങളും അതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ നടത്തിയ പോരാട്ടങ്ങളും കുരുക്ഷേത്രമെന്ന പ്രസിദ്ധീകരണത്തിലൂടെ ജനങ്ങളിലെത്തിച്ചു. പിന്നീട് സംഘത്തിന്റെ പ്രചാരകനായി, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംഘാടകനായി, അശരണരായ വനവാസി സമൂഹത്തിന്റെ കാവലാളായി കേരളത്തിലെമ്പാടും യാത്ര ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ, സ്വയം തൊഴിലിലൂടെ വനവാസി സഹോദരങ്ങളെ ശാക്തീകരിക്കാൻ പീപ്പ് വയനാട് എന്ന സംഘടന രൂപീകരിച്ചു. വയനാടിന്റെ വനവാസി കാരണവരായ കരിന്തണ്ടന്റെ സ്മൃതികൾ ഉണർത്തിയ യാത്രകളുടെ സംഘാടകനായി. തുടർന്ന് സേവാഭാരതിയുടെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകനായി. സംഘപഥത്തിലൂടെ അവിരാമം. എസ് രാമനുണ്ണി. എൻ്റെ നാട്ടിൽ ശാഖ തുടങ്ങുന്നത് 1967. എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട്, അദ്ദേഹം ഇപ്പോൾ മരിച്ചു, 2006 മരിച്ചത്. അദ്ദേഹമാണ് അതിൻ്റെ ഒരു കാരണക്കാരൻ. കഥകളിയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ. പക്ഷെ ഹിന്ദുത്വവാദി എന്നൊക്കെ പറയില്ലേ, കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്നു. അദ്ദേഹത്തിനെ അപ്പോട്ടനെ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗർഭിലാണ് ഈ ശാഖ ഇവിടെ വന്നത്. ആദ്യം ശാഖയ്ക്ക് വേണ്ടി വന്ന ആൾ പ്രചാരകനായിരുന്ന പത്മനാഭൻ, പപ്പേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുക. അദ്ദേഹം സന്യാസിയായിട്ട് മരിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഒരു 10 വർഷമായുള്ളൂ, 15 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിലാണ് ശാഖ തുടങ്ങിയത്. അന്ന് എറണാകുളം ജില്ലയൊക്കെ ഒന്നിച്ചാണ്. പക്ഷെ ഇവർ വന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. പപ്പേട്ടൻ പെരുമ്പാവൂരായിരുന്നു കേന്ദ്രം. അങ്ങനെ ആഴ്ചയൊരിക്കൽ തുടങ്ങി. അന്ന് ഇവിടുന്ന് എല്ലാവരും പോവും. എൻ്റെ അച്ഛൻ്റെ അനിയനാണല്ലോ, പലരും പോവും. ഈ നാട്ടിലുള്ള പലരും അങ്ങനെ ആ ശാഖയിൽ വന്നു. അപ്പോൾ അന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയം അങ്ങനെയുണ്ട്. ഇവിടെ കമ്മ്യൂണിസമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഭൂസ്വത്തുള്ളവരാണ് അന്നും. ഇന്നും ഭൂസ്വത്തിന് അങ്ങനെ കുറവ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഭൂസ്വത്തുള്ളതുകൊണ്ട് ധാരാളം പേര് അതിനോട് ചേർന്ന് നിൽക്കുമായിരുന്നു. പണിക്കാരായിട്ടും കൃഷി ചെയ്യാനും നെൽകൃഷിക്കുമൊക്കെ. അന്ന് തറവാട്ടിൽ നിന്ന് അങ്ങനെ കൃഷി ചെയ്തില്ല, ഇവരൊക്കെ ഭൂമി കൊടുത്തു അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും ശാഖയിൽ വരും. അങ്ങനെ ഒരു 10-50 പേരുള്ള ശാഖയാണ്. 67 മുതൽ തുടങ്ങിയതാണ്. അന്ന് ഞാൻ എത്രയാ, 6-ൽ 7 പഠിക്കുന്ന കാലം. അപ്പോൾ 7, 8, 9, 10 അങ്ങനെ ശാഖയിൽ സ്ഥിരമായിട്ട് പോകും. അങ്ങനെ 10ാം ക്ലാസ് എത്തിയപ്പോൾ OTC പോകണമെന്ന് വിചാരിച്ചതാണ്. ആ വർഷം ക്വസ്റ്റ്യൻ ഔട്ടായി SLCയുടെ. അപ്പോൾ ആ ഡേറ്റൊക്കെ പോയി. അങ്ങനെ ആ വർഷം പോയില്ല. പിന്നെ പ്രീ-ഡിഗ്രി 2 വർഷം പഠിച്ചു. അങ്ങനെ പഠിച്ച് ഇരിക്കുമ്പോഴാണ് ആ പ്രീ-ഡിഗ്രി കഴിഞ്ഞ വർഷം ഞാൻ OTC പോയി. ഞാനും എൻ്റെ വല്യച്ഛനും ഒന്നിച്ചാണ് OTC പോണേ, പാലക്കാട്. വല്യച്ഛനൊരു ഗണ, ഞാൻ വേറൊരു ഗണ. OTC കഴിഞ്ഞു ഫസ്റ്റ് ഇയർ. അന്ന് സേതുവേട്ടനാണ് മുഖ്യവിഷകൻ, ഇന്നത്തെ പ്രാന്തപ്രചാരകൻ. തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ശാഖയുടെ മുഖ്യവിഷമൊക്കെ ആയി. അപ്പോൾ ഞാൻ പ്രീ-ഡിഗ്രി പഠിക്കുന്ന കാലം യുദ്ധകാലമാണ്. 71-72 മറ്റേ ബംഗ്ലാദേശ് ഇതൊക്കെ ഇങ്ങനെ ത്രില്ലടിച്ച് കേൾക്കും, കാണും. അന്ന് ഈ TV ഒന്നുമില്ല, ഇതുപോലെ അല്ല, റേഡിയോ അല്ലേ ഉള്ളൂ ആകെ. അത് എല്ലാവർക്കും അമ്മൊന്നും ശാഖയിലൊക്കെ പോവും. 72 പ്രീ-ഡിഗ്രി 70 ഞാൻ പാസ്സായതെന്ന് വെച്ചാൽ പാസ്സായി, അത്രേ ഉള്ളൂ. അതിനുശേഷം 74 എനിക്ക് 1-2 വർഷത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ 74 പിന്നെയും OTC പോയി. 74 അത് കോഴിക്കോടാണ് പോയത്. അന്ന് സെക്കൻഡ് ഇയർ OTC. നമ്മുടെ ഇവരൊക്കെ വന്ന കാലം. അന്നാണ് ജയപ്രകാശ് നാരായണനൊക്കെ ആ ശാഖയിലൊക്കെ വന്നത്. എന്നിട്ട് 75-ൽ സംഘത്തിൻ്റെ കാര്യാലയൊക്കെ ഉദ്ഘാടനം നടക്കുന്ന കാലമാണ്. അപ്പോൾ 73-74 വളരെ പ്രക്ഷുബ്ധമാണ് കേരളം സംഘത്തെ സംബന്ധിച്ച്. ഒന്ന് വിവേകാനന്ദ പാറയുടെ സ്ഥാപനം, 1 രൂപ വെച്ച് കളക്ട് ചെയ്യുകയാണ് കൂപ്പൺ. അത് കഴിഞ്ഞ് കാര്യാലയത്തിന് വേണ്ടിയിട്ട് 1 രൂപ വെച്ച്, അങ്ങനെ കേരളത്തിൽ മുഴുവൻ ചെയ്തിരുന്നു. ഇവിടെയും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വളരെ ചെറുപ്പമാണെങ്കിൽ ഇതിനെല്ലായിടത്തും പോവും. അങ്ങനെ
അത് കഴിഞ്ഞു. 75 ഞാൻ ഡിഗ്രിക്ക് ചേർന്ന കാലം, ഇവിടെ അടുത്തൊരു കോളേജിൽ ചേർന്ന കാലമാണ്. അപ്പോഴാണ് അടിയന്തരാവസ്ഥ വന്നത്. ജൂൺ 25 സംഘത്തെ നിരോധിച്ചു. എൻ്റെ അച്ഛൻ്റെ ഏട്ടനുണ്ട്, അവരെയും പിന്നെ ഈ നാട്ടിലുള്ള പലരെയും അറസ്റ്റ് ചെയ്തു. അന്ന് ഞാൻ ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ സഹകാര്യവാഹ. ഏതായാലും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ പേരും എൻ്റെ പേരും ഒന്നാണ്. രാമൻ നമ്പൂരി എന്നാണ് അച്ഛൻ്റെ അനിയൻ്റെ പേര്, എൻ്റെ പേരും രാമൻ നമ്പൂരി എന്നാണ് ഔദ്യോഗികമായിട്ട്. അപ്പോൾ പോലീസ് രാമൻ നമ്പൂരി അന്വേഷിച്ചത്. അങ്ങനെ അപ്പോട്ടിനെ അറസ്റ്റ് ചെയ്തു, എന്നെ കൊണ്ടുപോയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് 75 നമ്മുടെ ഈ സമരമൊക്കെ തുടങ്ങുന്നത്. 76 സമരം തുടങ്ങുകയാണ്. അങ്ങനെ നവംബർ 14 നമ്മൾ സമരം തുടങ്ങി. ഒക്ടോബർ 2 സമരം തുടങ്ങി. വല്യച്ഛനൊക്കെ ജയിലിൽ പോയി. പിന്നെ ഞാനും എൻ്റെ അനിയനും സമരം ചെയ്ത് ജയിലിൽ പോയി. അനിയൻ 1 മാസമേ കിടന്നുള്ളൂ. അവൻ പിന്നെ റിട്ടയർ ചെയ്തു, ബ്ലോക്ക് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഞാൻ അന്ന് ഇങ്ങനെ ജയിലിൽ പോയി. വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് കുറച്ച് കാലം ഉണ്ടായത്, DAR ആയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു. 77 എല്ലാവർക്കും അറിയാമല്ലോ, എമർജൻസിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും പുറത്തു വന്നു. ഞാനും പുറത്തു വന്നു. ഇവിടെ ഇലക്ഷൻ നടന്നു, മൊറാർജി ദേശായി ആയി. അപ്പോഴേക്കും ഞാൻ എൻ്റെ കോഴ്സ് നഷ്ടപ്പെട്ടു, എനിക്ക് ജയിലിൽ പോയതുകൊണ്ട്. അപ്പോൾ 2 വർഷം ഡിഗ്രി പഠിച്ചത് നഷ്ടമായി. പിന്നെ ആ കോളേജിൽ തന്നെ വേറെ വിഷയത്തിന് 3 വർഷത്തേക്ക് പഠിച്ചു. ഇപ്പോൾ 77, 78, 79 ഞാൻ പാസ് ഔട്ടായി ഡിഗ്രി. അപ്പോഴേക്കും തേർഡ് ഇയറിന് പോയി. അന്ന് 79 തേർഡ് ഇയറിന് പോയി. തേർഡ് ഇയറിന് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇതൊക്കെ പാസ്സായിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു എന്നാൽ എന്നെ MAക്ക് ചേരാം. MAക്ക് ചേർന്നു. തിരുവനന്തപുരത്ത് ഔവർ കോളേജിൽ ചേർന്നു. അന്ന് പ്രസിദ്ധമാണ് ഈ കോളേജൊക്കെ. നല്ല കോളേജാണെങ്കിലും വളരെ പ്രസിദ്ധമാണ്, ധാരാളം കുട്ടികൾ പഠിക്കും, ഹോസ്റ്റലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ പോയി കാര്യാലയത്തിൽ നിന്ന് പഠിക്കാനൊക്കെ തുടങ്ങി. ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതി. സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോകുമ്പോഴാണ് തിരുവനന്തപുരത്തെ ഒരു കൊലപാതകമൊക്കെ ഉണ്ട്. ഞാനൊന്നും അതിൻ്റെ അകത്തില്ല, പക്ഷേ കാര്യാലയം റെയ്ഡ് ചെയ്തു, എൻ്റെ താമസം പോയി. പിന്നെയും തിരുവനന്തപുരത്ത് തന്നെ പിടിച്ചു. അപ്പോൾ തീരുമാനിച്ചു പ്രചാരകാവൻ. അങ്ങനെ ആ 80 ഞാൻ പ്രചാരകമായി. അത് കഴിഞ്ഞ് പ്രചാരകമായിരിക്കുമ്പോൾ ഒന്ന് ഭാസ്കരാജ് ഉള്ള കാലമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും MA പാസ്സാവണം, അത് കഴിഞ്ഞ് LLB കൂടെ കഴിഞ്ഞിട്ട് പ്രചാരകമായാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇത് പറഞ്ഞു, പ്രചാരകമായിരുന്നുകൊണ്ട് ചെയ്യാം. പിന്നെ എന്തായാലും അങ്ങനെ ആയി. അതിൻ്റെ അകത്തിരുന്ന് MA എഴുതി. 81 ആയപ്പോഴേക്കും ഞാൻ MA കഴിഞ്ഞു. എക്കണോമിക്സാണ്. പിന്നെ നിർഭാഗ്യമോ ഭാഗ്യമോ LLBക്കൊന്നും പോയില്ല. പിന്നെ 83 ആയപ്പോഴേക്കും ഞാൻ അമ്പലപ്പുഴ താലൂക്ക് പ്രചാരകമായിരുന്നു. എന്നിട്ട് 83 മുതൽ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഫുൾ ടൈമറായി. ആദ്യം തിരുവനന്തപുരത്തായിരുന്നു 83, 84, 85, അങ്ങനെ 93 വരെ. കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 10-11 വർഷം തുടർച്ചയായിട്ട് ഇവിടെ പല പരിപാടി. തിരുവനന്തപുരം വിഭാഗ്, കോട്ടയം വിഭാഗ്, തൃശ്ശൂർ വിഭാഗ്, പിന്നെ സ്റ്റേറ്റ് ഓഫീസിൻ്റെ ഇൻചാർജ്, അങ്ങനെ പല ഇതിലും ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ് ബോഡിയിലുണ്ടായിരുന്നു. പിന്നെ ഈ സൗത്ത് സോൺ മീറ്റിംഗ് വരുമ്പോൾ അതിൻ്റെ ബോഡിയിൽ, അങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. AVP. അന്നാണ് ധാരാളം അടിപിടിയും ബഹളവും, വളരെ കൂടുതൽ അടിപിടിയുള്ള കാലമാണ്. നിൽക്കാൻ പോലും പറ്റില്ല. ഈ അടിപിടിയുടെയൊക്കെ കഥ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. AVPയിൽ ഇരിക്കുമ്പോൾ എനിക്കധികം ഉണ്ടായിട്ടില്ല. പക്ഷേ AVP ഞാൻ പറഞ്ഞല്ലോ MAക്ക് പഠിക്കാൻ പോയിന്ന്. ആ സമയത്ത് MG കോളേജിൽ KK മുരളി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൗൺസിലറായിട്ട് ജയിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ അതിന് ആ സംഭവം നടക്കുന്ന ഇലക്ഷന് മുമ്പ് അവിടെ ഒരു അടിപിടി ഉണ്ടായി. അന്ന് ഞാനുണ്ട്, MS കരുണാകരൻ, ഇപ്പോൾ വക്കീലാണ് കോട്ടയത്ത്, അദ്ദേഹം, പിന്നെ ഒരു സുബ്രഹ്മണ്യൻ അങ്കമാലിയിലുള്ള, ഞങ്ങളെല്ലാവരും കൂടി ആ കോളേജിൽ അടിക്കും ബഹളവും. എനിക്ക് മാത്രം കേസുണ്ടായില്ല, ബാക്കിയുള്ളവർക്ക് കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് പോലെ ഇങ്ങനെ വളരെ ലോ പ്രൊഫൈലാണ് എല്ലായിടത്തും, എല്ലാ കാര്യത്തിനും പോവുമെങ്കിലും ലോ പ്രൊഫൈലായതുകൊണ്ട് അധികം ബഹളമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ കഥയുണ്ട് AVPയിൽ. അപ്പോൾ ഞാൻ AVP എത്തുന്നതിന് മുമ്പാണ് AVPയിൽ ഈ ബഹളമൊക്കെ. AVP എത്തിയ ശേഷം കുറേ കാലം അതിനുണ്ടായിരുന്നു. അതിൽ വളരെ നിർണായകമായ വർഷമാണ് 85. ഞാൻ AVPയിൽ പോയി 83, 85 നിർണായകം. അന്ന് ഈ പോളിടെക്നിക് സമരം നടക്കുക. ആൻറ്റി പോളിടെക്നിക്, ഈ പ്രൈവറ്റൈസ് ആണല്ലോ അന്ന്. നമ്മുടെ കോതമംഗലം MLA ആയിരുന്ന
അദ്ദേഹമാണ് പെട്ടെന്ന് ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇപ്പോഴത്തെ പിറവം മെമ്പറുണ്ട് TN ജേക്കബ് ആയിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, കരുണാകരൻ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് സമരം നടത്തി. ആ സമരത്തിൽ ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തു, പ്രശോഭിനി എന്നെയൊക്കെ. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ് കത്തിച്ചു, ബസ് കത്തിക്കല്ല, ബസ്സിന് ഡാമേജ് വരുത്തിയെന്ന് പറഞ്ഞാൽ അതൊരു പരിധിവരെ ശരിയാണ്. ടയറിൻ്റെ കാറ്റൊക്കെ ഊരി വിട്ടിട്ടൊക്കെ ഉണ്ട്. അന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ ഇതൊക്കെ ഫോട്ടോ വന്നേനെ. അപ്പോൾ അതൊക്കെ ചെയ്ത് അന്ന് ഞാൻ ജയിലിൽ പോയി. അന്ന് ശിവൻകുട്ടിയാണ് SFIയുടെ പ്രസിഡൻറ്റ്. ശിവൻകുട്ടിയുണ്ട്, ഇന്നത്തെ വിജയരാഘവനുണ്ട്, അയാൾ ഓൾ ഇന്ത്യ പ്രസിഡൻറ്റ് SFIയുടെ അന്ന്. പിന്നെ ചന്ദ്രനുണ്ട്, ഈ ഇതില്ലേ ബിനോയ് വിശ്വം, അയാളുണ്ട്. ഇവരൊക്കെ അന്നത്തെ വലിയ നേതാക്കന്മാർ. പിന്നെ ഞാൻ ഈ ബന്ധങ്ങളൊക്കെ അന്നേ വിട്ടു, എനിക്ക് താല്പര്യമൊന്നുമില്ല ഇവരോടൊന്നും. അപ്പോൾ അങ്ങനെ ആ സമരത്തിൽ 10-26 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരമൊക്കെ ചെയ്തു. അതൊരു വലിയ ഘടകമാണ്. അന്ന് സേതുവട്ടം പ്രാന്തപ്രചാരകമാണ്. അപ്പോൾ SFIയുടെ കൂടെയാണ് ABP നിൽക്കുന്നത്. അപ്പോൾ SFI ഉണ്ട്, AISF ഉണ്ട്, മറ്റേ ഇവരൊക്കെ ഉണ്ട്, എല്ലാ സംഘടനകളും. ഇന്നത്തെ ഈ LDFൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ സംഘടനകളുടെയും വിദ്യാർത്ഥി വിഭാഗം അതിൻ്റെ അകത്തുണ്ട്. ഞങ്ങളിവിടെ സമരം നടത്തും. ഇന്നത്തെ MJ കുമാറൊക്കെ ഉണ്ട്, MJ കുമാർ, AJN, സ്വദേശി, നിങ്ങൾ സ്വദേശി എന്നല്ലേ പറയുന്നത്, AJNൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഈ പറഞ്ഞ ഫീൽഡിൽ ആ സമയത്തുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ അതൊരു നിർണായകമായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേപ്പറും ന്യൂസും ഒക്കെ ഉണ്ട്. ഇന്ന് എൻ്റെ കട്ടിക്കൊന്നും എൻ്റെ ഇല്ല, ഒക്കെ തിരുവനന്തപുരത്ത് സൂക്ഷിച്ചിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആ 85 നിർണായകമായത്. വളരെ രസകരമാണ്. അത് കഴിഞ്ഞ് 85 ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക കോട്ടയത്തേക്ക്. 86 അന്നാണ് ചങ്ങനാശ്ശേരി യൂണിയൻ ജനിക്കുന്നത്. ABPയുടെ കെയർ ഓഫിൽ ചങ്ങനാശ്ശേരി യൂണിയൻ ജയിക്കുന്ന വർഷം അതാണ്. അന്നുണ്ടായിരുന്ന ആൾക്കാരാണ് അശോകനൊക്കെ, ഇന്നിപ്പം അഭിഭാഷക പരിഷത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട്. കൊല്ലത്തെ രാജേന്ദ്രൻ, കൊല്ലം, ഞാൻ ഈ ഫാത്തിമ കോളേജിലും കൊല്ലം, കൊട്ടാരക്കര, കോട്ടയം വരെയുള്ള എല്ലാ കോളേജുകളിലും അന്ന് പോയിട്ടുണ്ട്. അന്നൊക്കെ ഈ പരിചയം മുഴുവൻ. അങ്ങനെ ABP വളരെ സജീവമായിട്ട് 86, 87, 88, 89 അപ്പോൾ ഒക്കെ തൃശ്ശൂർ ഭാഗത്തൊക്കെയാണ്. ആ കാലത്താണ് ഒരു പ്രധാന കാര്യം വേറെ നിന്ന് 90-ൽ യുവജന സംഘം ഒന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, സാധ്യത കുറവാണ്. ഈ റഷ്യയിൽ കമ്മ്യൂണിസം ഇത് പോയല്ലോ, മറ്റേ ഗ്ലാസ്നോസ്റ്റും ഒക്കെ ആയിട്ട്. അതിൻ്റെ വിശേഷം ഇവിടെ ഒരു ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊരു ഇടിവ് വന്നു. അപ്പോൾ പരമേശ്വരിയൊക്കെ നേതൃത്വത്തിലൊരു ആഹ്വാനം നടത്തി, യുവാക്കളൊക്കെ അത് വിട്ടിട്ട് ദേശീയതയെ ചേരണം. അങ്ങനെ യുവജന സംഗമം നടന്നു. ഉമാഭാരതിയാണ് അതിൻ്റെ പ്രധാന പ്രസംഗികളായിട്ട് വന്നത്. സംഘത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, ജയനന്ദകുമാറും, ഇവരൊക്കെ പ്രസംഗിച്ച ആൾക്കാരൊക്കെയാണ്. അപ്പോൾ 2 ലക്ഷം യുവാക്കളുടെ പരിപാടി നടത്തണം. അങ്ങനെ തൃശ്ശൂർ 90-ൽ ഞാൻ എൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. ആ പരിപാടിയുടെ ഓഫീസ് സെക്രട്ടറി. ഞാൻ അത്രയും വലിയ പരിപാടിക്കൊന്നും പങ്കെടുത്തിട്ടില്ല വേറെ, പക്ഷെ വലിയ പരിപാടിയാണ്. മൂന്നേട്ടനൊക്കെ ഉള്ള കാലമാണ്. മൂന്നേട്ടനാണ് കെയർ ഓഫ്. അപ്പോൾ പൈസ വരുന്നു. ഇത്രയൊന്നും പൈസയൊന്നും ഞാൻ കണ്ടിട്ടില്ല, ലക്ഷക്കണക്കിന് രൂപ വേണം ഈ പരിപാടി നടക്കണമെങ്കിൽ. അപ്പോൾ അതൊക്കെ വരും. നമ്മുടെ ഇയാളില്ലേ മോഹൻ എന്ന് വെച്ചാൽ ഈ സിനിമ എടുക്കുന്ന ആൾ, അവരൊക്കെ അതിൻ്റെ ആൾക്കാർ വരുന്നേ അവിടെ. അപ്പോൾ അവരൊക്കെ വരും. അങ്ങനെയൊക്കെ ചെയ്ത് അവർ ഇതാണ്. അപ്പോഴാണ് ഈ ജനക്കൂട്ടത്തിൻ്റെയും ഈ ആക്ടിവിറ്റിയുടെയൊക്കെ ഒരു വലിയ ഭാഗം കാണുന്നത്. ഒരു വലിയ അങ്ങനെ അത് കഴിഞ്ഞ് ആ പരിപാടിയും കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ABP വിട്ടു. അപ്പോഴേക്കും എനിക്ക് 30-32 വയസ്സായി. അപ്പോൾ എനിക്ക് തോന്നി ഇനി ABP ആയിട്ട് നടക്കണം, ഈ പിള്ളേരുടെ ഒപ്പം മോശമല്ലേ. അപ്പം നിർഭാഗ്യത്തിന് അവിടെ കുറച്ച് താടിയൊക്കെ നരച്ചുകൊണ്ട് തോന്നി. അത് താടിയില്ല, അതുകൂടി ഇതാണ്. പിന്നെ അത് വിട്ടു. ഉടനെ സേവ, അങ്ങനെയാണ് വട്ടവടയിലെത്തി. ആദ്യത്തെ സേവാപ്രവർത്തനം വട്ടവടയാണ്. ഇടുക്കി ജില്ലയുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വട്ടവട പഞ്ചായത്തിൽ. അവിടെ ഒരു സ്കൂളും ഒരു ആശുപത്രിയും ഉണ്ടായിരുന്നത്. അത് കൊണ്ടു നടക്കാനുള്ള കാലാവസ്ഥയും മോശം, പിന്നെ ജനങ്ങളും വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. ഒരു സമൂഹമാണെങ്കിലും ജാതിയുടെയും ഒക്കെ വലിയ കൾച്ചറുകളുള്ള. അവിടെ 5 വർഷം നിന്നു. അന്നും ഇതുപോലെ ധാരാളം കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളിൽ വട്ടവടയിലെ ഏറ്റവും വലിയ സംഭവം 97 നടന്ന വട്ടവട ഹിന്ദു മേളയാണ്. അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും, അതിൻ്റെ അകത്ത് അവിടെ 3 ജാതിയുണ്ട്.
ആ 3 ജാതികൾ തമ്മിൽ വഴക്കായിരുന്നു. അപ്പോൾ ഈ പരിപാടിക്ക് അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് വലിയ സമ്മേളനമൊക്കെ നടത്തി, ഗണവേഷം വെച്ച് കൂട്ടുമാർച്ച നടത്തി. ഇന്നത്തെ ക്ഷേത്രീയ കാര്യവാഹമായിട്ടുള്ള വന്യരാജ്ഞിയായിരുന്നു അന്നത്തെ മുഖ്യാതിഥി. അദ്ദേഹം ക്ഷേത്രിയൊന്നുമല്ല, അദ്ദേഹം അവിടെ ആ തിരുവേടകം കോളേജിലെ പ്രിൻസിപ്പലായിട്ടിരിക്കുന്ന കാലം പരിചയം വന്നു, അദ്ദേഹത്തെ വിളിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ പരിപാടി നടത്തി. അതാണ് വട്ടവടയിലെ. അവിടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അതിൽ അന്ന് സ്കൂളുണ്ട് അവിടെ. അപ്പോൾ 126 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ 126 കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ, നഴ്സറി മുതൽ അങ്ങ് 7-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സാണ്, സ്കൂളാണ്. അവിടെ മുഴുവൻ കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളോ അല്ലെങ്കിൽ എന്തായാലും ഹിന്ദിയോ കണക്കോ മലയാളം, എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ വിഷയവും. കാരണം അവിടെ അധ്യാപികരുടെ കുറവുണ്ട്. 5-8 പേരെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്താലും സമയത്ത് കണക്കുമ്പോൾ 5 പേര് 6 പേരുണ്ടാവുള്ളൂ. ക്ലാസ്സൊക്കെ ആരും ഉണ്ടാവില്ല. ഒത്തിരി അറേഞ്ച്മെൻറ്റിൻ്റെ കുറവ്. ഓല ഷെഡാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പ്, പല പ്രശ്നങ്ങളാണ്. വെള്ളമില്ലായ്മ, അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം, അതൊക്കെ ഭയങ്കര രസമാണ്. അതേപോലെ ആശുപത്രി നടത്താനാളില്ല വന്നു, ഡോക്ടറില്ലാതെ വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വയംസേവകൻ്റെ സഹോദരിയായിട്ടുള്ള ഒരാളെ നഴ്സായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ 5 വർഷം ഉണ്ടായി. അതൊരു വേറൊരു ഘട്ടം. തമിഴാണ് അവിടെ മുഴുവൻ. പക്ഷെ എനിക്ക് തമിഴ് പഠിക്കാൻ അന്നും തോന്നിയിട്ടില്ല. ഇന്നും തമിഴിനോട് വിരോധമൊന്നുമില്ല, പക്ഷേ വേറൊരു ഭാഷ പഠിക്കാനുള്ളൊരു കൗതുകമൊന്നുമില്ല. അങ്ങനെ അല്ലെങ്കിൽ അന്നേ തമിഴൊക്കെ പഠിച്ചു പോകാമായിരുന്നു. അങ്ങനെ അതും അവിടെ അവസാനിപ്പിച്ചു. പിന്നെയാണ് നമ്മുടെ വിഭാഗിൻ്റെ സേവാപ്രമുഖായി ഞാൻ തൃശ്ശൂർ. അത് വളരെ കുറച്ച് കാലം ഉണ്ടായുള്ളൂ. 1997, 98 അങ്ങനെ. ആ 97 അവിടുത്തെ ഇതായി, അവിടുത്തെ സേവാപ്രമുഖ ആ വിഭാഗിൻ്റെ. അപ്പോൾ അന്ന് ഒരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ, ഈ ഇടുക്കി ജില്ലയിൽ വെള്ളം പോയി, മലയൊക്കെ ഇടിഞ്ഞ് വീണു. അപ്പോൾ പോകാനാളില്ല. അങ്ങനെ അന്ന് അവിടെ പോയി 4-5 ദിവസം അതിലേക്ക് പോയി, എല്ലാവരെയും കണ്ട് കോളനിയിലൊക്കെ പോയി. അന്ന് ഇവിടെ ഇതില്ലേ, കോതമംഗലത്ത് നിന്ന് അപ്പുറമുള്ള ആ കോളനിയിലൊക്കെ വെള്ളം കയറിയിരുന്നു. ഞങ്ങളതൊക്കെ താണ്ടിപ്പോയി നടന്ന്. അന്ന് അവിടുത്തെ ജില്ലാ പ്രചാരകനും ഞാനും പിന്നെ കുറച്ച് സ്വയംസേവരും ഒക്കെ കൂടെ പോയതാണ്. അങ്ങനെ അവിടെ മുഴുവൻ നടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ സംഘത്തിൻ്റെ ഒരു തീരുമാനം അനുസരിച്ച് ഞാനൊരു ബൈഠക്കിന് പോയി ആസാമിൽ വെച്ചാൽ അങ്ങനെയല്ല, അത് ഹാഫ്ലോങ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഹാഫ്ലോങ് എന്ന് പറഞ്ഞാൽ ആസാം കഴിഞ്ഞ് ടിൻസുകിയ, എല്ലാം 600 കിലോമീറ്റർ അകലമുണ്ട്. ടിൻസുകിയ നിന്ന് 150 കിലോമീറ്റർ പിന്നെയും പോകണം ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. പോയി അതെന്താണെന്ന് വെച്ചാൽ ട്രൈബൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പോയി ഒരു അനുഭവമുള്ളതായിരിക്കും അങ്ങ് തീരുമാനിച്ചു എന്നോട് പോകാൻ. അവിടെ പോയി ഒരാഴ്ചത്തെ ഒരു വർക്ക്ഷോപ്പാണ്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാരുണ്ട്, കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒപ്പിച്ചു. അങ്ങനെ അതിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു വിദ്യാനികേതൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആവാൻ. അങ്ങനെ പാലക്കാട് കേന്ദ്രമാക്കിയിട്ട് ഞാനത് പ്രവർത്തിച്ചു തുടങ്ങി. പിന്നെ തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ ആക്ടിവിറ്റി മുഴുവൻ. വിദ്യാനികേതനുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂള് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിനകത്ത് അങ്ങനെ നിർണായകമായ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. വിവർത്തനമൊക്കെ അന്നാ തുടങ്ങി. ഈ ഭാഷാന്തരം ഹിന്ദിയിൽ നിന്ന് മലയാളമാക്കുക, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതും വിട്ടു. പിന്നെ ഞാൻ സേവാപ്രമുഖായി കുറച്ച് കാലം. ആ സേവാപ്രമുഖാണ് സേവയുടെ ധാരാളം ചെറിയ ബുക്കുകൾ, സേവനപഥം എന്ന് പറഞ്ഞിട്ട് ചെറിയ ബുക്കുകൾ ഇറക്കി. ഗ്രാമവികാസം, ഗോസേവ, പിന്നെ അതേപോലെ ഈ ആരോഗ്യം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഹിന്ദിയുണ്ട് ഇഷ്ടം പോലെ. അത് മുഴുവൻ മലയാളമാക്കി. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. ഇപ്പോൾ പുതിയ സാധനങ്ങളാണല്ലോ വന്നത്. അങ്ങനെ ആ കാര്യം കഴിഞ്ഞ ഉടനെയാണ് വനവാസിയിൽ ആളില്ലാതെ വന്ന് വനവാസി കലാശ്രമത്തിൻ്റെ ചുമതലയായി. അതിൻ്റെ സ്റ്റേറ്റ് ജോയിൻ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് പറഞ്ഞ് കൽപ്പറ്റ കേന്ദ്രമാക്കിയിട്ട് 2 വർഷം നിന്നു. അത് 2002 പോകുന്നത്. അപ്പോൾ 2003, 2004 ഈ 2 വർഷം ഞാൻ അതിൻ്റെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ്സിൻ്റെ ആണല്ലോ. അപ്പോൾ
എല്ലാത്തിനും അതോറിറ്റി കുറഞ്ഞ സെക്രട്ടറിമാരാണ്. അപ്പോൾ എൻ്റെ ഒപ്പം പലരും ഉണ്ട്. ഈ അപ്പോഴാണ് സ്റ്റേറ്റ് സെക്രട്ടറി വേണം, അതിൻ്റെ അങ്ങനെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞ് നിലമ്പൂരുള്ള സനൽകുമാർ അഡ്വക്കേറ്റ് ആയിരുന്നു, അദ്ദേഹത്തെ അതിൻ്റെ സെക്രട്ടറിയൊക്കെ ആക്കി ഒരു സംഘടനയൊക്കെ ഒന്ന് വികസിപ്പിച്ച് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ വേറൊരു പ്രവർത്തനം ആരംഭിക്കണം തോന്നിയത്. ട്രൈബിൽ കേരളത്തിൽ 10-36 വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ 4-5 ഉണ്ട്. അതിൽ ജനസംഖ്യ കൊണ്ടും മറ്റ് സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടും പണിയരാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പണിയർ ഒരു തരത്തിലും മുന്നോട്ട് വരില്ല, വിദ്യാഭ്യാസം കൊണ്ടില്ല, സാമൂഹ്യ സാഹചര്യം കൊണ്ടില്ല, സാമ്പത്തികമായിട്ടില്ല, ഒന്നുമില്ല. കൂരപ്പരയിൽ ഇങ്ങനെ താമസിക്കും, സുഖമായിട്ട് അങ്ങനെ പോകണം. അപ്പോൾ ഇവർക്കിടയിൽ ഒരു പ്രത്യേക എഫേർട്ട് എടുക്കാം, സ്പെഷ്യൽ ആക്ടിവിറ്റി. അങ്ങനെയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങാമെന്ന് വിചാരിച്ച്. അത് പേരൊന്നും ആർക്കും അറിയൊന്നുമില്ല. അങ്ങനെ ഒരു അർദ്ധരാത്രിക്ക് തോന്നി പേരിങ്ങനെ ഇടാം, പീപ്പിൾസ് ആക്ഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ട്രൈബൽ പീപ്പിൾ. അങ്ങനെ 2005 ഓഗസ്റ്റ് 15 രജിസ്റ്റർ ചെയ്തു. 3-4 പേരായിട്ട്. ഒന്ന് ഈ വക്കീലുണ്ടായിരുന്നു, പിന്നെ രമേശ് ബാബു എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം വനവാസി കല്യാണ ശ്രമത്തിൻ്റെ ഓൾ ഇന്ത്യ ജോയിൻ്റ് ഓർഗനൈസ് സെക്രട്ടറിയാണ്. പിന്നെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം ഇരിട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്, ഡോക്ടർ. പിന്നെ ട്രൈബായിട്ടുള്ള 2-3 പേര്. ഇങ്ങനെ എല്ലാം കൂടി ഒരു പത്മനാഭൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഒരു സോമൻ. അതിൽ ഈ സനൽകുമാറും സോമനും മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൻ്റെ പേരാണ് പീപ്പിൾ. അങ്ങനെ ആ ട്രസ്റ്റിൻ്റെ കെയർ ഓഫിലാണ് ബാക്കി പ്രവർത്തനം. പീപ്പിൾ അതിൻ്റെ കേന്ദ്രം ഇപ്പോഴും കൽപ്പറ്റ ഉണ്ടാകും, കേന്ദ്രം കളഞ്ഞിട്ടൊന്നുമില്ല. അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, www.peepvayanaad എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ ഇതാണ് എൻ്റെ വെബ്സൈറ്റ്, www.peep.org. അത് ഇപ്പോഴും ലൈവാണ്, ഡൊമൈനിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഈ കരിന്തണ്ടനിലേക്ക് എത്തുന്നത്. അപ്പം 2005, 2006, 2007, 2008, 2009, 2010 ഈ 6 വർഷം വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ സനൽ എന്ന് പറഞ്ഞ ആൾ മരിച്ചു, പിന്നെ അതിൽ പ്രവർത്തിച്ചിരുന്ന ചിലരൊക്കെ മരിച്ചു, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഒറ്റപ്പെട്ട് കുറച്ച് കാലം. അപ്പോൾ 2 വർഷത്തേക്ക് പിന്നെ ഡള്ളായി പ്രവർത്തനം, പിന്നെയും ഊർജം വെച്ചു. അപ്പോഴാണ് കരിന്തണ്ടൻ എന്നുള്ളൊരു ആശയം മുന്നിൽ വന്നത്. കരിന്തണ്ടൻ ഈ പണിയരായ സമൂഹം കരിന്തണ്ടനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. കരിന്തണ്ടൻ ശരിയോ തെറ്റോ മിത്തോ ഇതൊന്നും വിഷയമല്ല. അപ്പോൾ ആ സമൂഹത്തെ കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ സഹായിക്കുന്ന ഒരു ഐക്കൺ, അതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നമ്മളൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് കരിന്തണ്ടനെ കണ്ടെത്തിയത്. അപ്പോൾ കരിന്തണ്ടനെ കണ്ടെത്തി, കരിന്തണ്ടനെ ആരാധിക്കണം. അപ്പോൾ അതിനൊരു ദിവസമൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, ഈ മാർച്ച് മാസം 2-ാം ഞായറാഴ്ച എന്ന് കണ്ടെത്തുന്നത് അത് വളരെ രസകരമാണ്. ഈ വിശ്വസിക്കാത്ത ആൾക്കാർക്കൊന്നുമില്ല. അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ തുള്ളിപ്പറയും. ഒരാളിങ്ങനെ ആവേശിച്ച് ഇങ്ങനെ, കാരണം അവരെല്ലാവരും ഈ പണിയരുടെ ഒരു പൊതു സ്വഭാവം, അതെല്ലാ ട്രൈബും അങ്ങനെ തന്നെയാണ്. അവർ ഈ പൂർവികരെ ആരാധിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് പൂർവികർ ശിവനും കൃഷ്ണനും ഈ പറയുന്ന ആൾക്കാരൊന്നുമല്ല. അവരുടെ മുത്തശ്ശൻ, അവരുടെ മുതുമുത്തശ്ശൻ, അവരുടെ മുത്തശ്ശി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിൽ 2-3 തലമുറ ആരുടെയും പേരൊന്നും അവർക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവരുടെ മുമ്പിൽ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ആ മുത്തശ്ശൻ മരിച്ചത് ഇവിടെ ഒരു മൃഗത്തിൻ്റെ അക്രമം കൊണ്ടാണ്, വേറൊരു മുത്തശ്ശി മരിച്ചത് കാട്ടിൽ വിറകെടുക്കാൻ പോകുമ്പോൾ പാമ്പ് കടിച്ചാണ്, വേറൊരാൾ ആ മരത്തിൽ നിന്ന് വീണാണ്, ആ മരം ഇപ്പോഴും അവിടെ കാണും. ഇതാണ് അവരുടെയൊക്കെ. അപ്പോൾ ഇവരെയാണ് ഇവർ ആവേശിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യും ഇവർ? കടുവ അല്ലെങ്കിൽ മൃഗം ആണെങ്കിൽ കൊല്ലണമെങ്കിൽ ഇവർ രാത്രി 12 മണി കഴിഞ്ഞ് അതൊക്കെ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുള്ളി ആ വീടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു കമ്പൊക്കെ കോലൊക്കെ പിടിച്ച്, അത് ചൂരിലാണ്, അതൊക്കെ പിടിച്ച് ഇങ്ങനെ തുള്ളി വന്ന് ചിലപ്പോൾ ഈ ആളാണ് ആവേശിക്കണമെന്ന് തോന്നിയാൽ 4 കാലിൽ നടക്കും, ഇങ്ങനെ കുത്തി ഇങ്ങനെ നടക്കും. മരത്തിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ മരത്തിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കും. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ചടങ്ങ്. ഇതാണ് കാണൽ, ദൈവം കാണൽ. അപ്പോൾ അങ്ങനെ അത് കുറിച്ചരിലും കുറുമരിലും പണിയരിലും
ഈ പറഞ്ഞ മുഴുവൻ സമൂഹങ്ങളിലും ഉണ്ട്. അങ്ങനെ തുള്ളി കുഴപ്പമില്ല എന്നാൽ അങ്ങനെ മാർച്ച് മാസത്തിലെ 2-ാം ഞായറാഴ്ച ആയിക്കോട്ടെ. അങ്ങനെയാണ് കരിന്തണ്ടൻ്റെ ഒരു ദിനം ഉണ്ടായത്. അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ഭയങ്കര, അങ്ങനെ ചോദിച്ചാൽ പൊതുമേ ആൾക്കാർക്ക് പറയുമ്പോൾ രസം തോന്നും. പക്ഷെ രസമല്ല, അത് വളരെ സീരിയസ് ആണ്. അത് വിശ്വസിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ ഒരപകടവും ഉണ്ടായിട്ടില്ല. മോശമാണ്, തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര ആൾക്കാർ വരുന്നതാണ്. പലതും ഉണ്ടാവാം. ബസ് ആക്സിഡൻ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചുരത്തിൽ കൂടിയാണ് നടക്കുന്നത്, ഒരു വണ്ടി തട്ടാം, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാം, പോലീസ് ആക്ഷൻ ഉണ്ടാവാം, എന്തൊക്കെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിട്ടില്ല, എനിക്കറിയാം. അപ്പോൾ അത് എനിക്ക് തോന്നി അതൊരു ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം, ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ആ സങ്കല്പത്തിൻ്റെ. അപ്പോൾ അങ്ങനെ കരിന്തണ്ടൻ യാത്രയാണ് തുടങ്ങിയത്. അതും ഇങ്ങനെ ഒരു ദിവസം രാത്രിയാണ് ഈ തോന്നണേ, കരിന്തണ്ടൻ സ്മൃതി എന്ത് ചെയ്യും. അപ്പോൾ ചുരത്തിൽ കൂടി നടക്കുക. അങ്ങനെ ചുരത്തിൽ കൂടി നടന്നാണ് ഇവിടെ എത്തിയത്. തുടക്കത്തിൽ വെറും 72 പേരേ ഉണ്ടായുള്ളൂ. ഈ നടക്കുന്ന 14 കിലോമീറ്റർ. അപ്പോൾ അന്ന് ചോറ് കൊടുക്കാനൊന്നും ആളില്ല. അപ്പോൾ സ്വയം സേവരായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിൽ നിന്ന് ചോറൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാം കൊണ്ട് അരി വെച്ച് ചോറ് വെച്ച് എല്ലാവർക്കും കൊടുത്ത് വിതരണം ചെയ്ത്, അങ്ങനെ ഒരു ഉത്സവമാണ് നാട്ടിൽ. അപ്പോൾ അവിടെ ഒരു കോളനി ഉണ്ട്. കോളനി വെച്ചാൽ വനവാസി കോളനിയല്ല, വേറെ ഇത് വരുന്നുണ്ട്. അവരാണ് ഭക്ഷണമൊക്കെ വയ്ക്കുന്നത്. അവർ അരിയൊക്കെ സംഘടിപ്പിച്ച് കൂട്ടാനൊക്കെ വെച്ച് ഒരു സാമ്പാറും ചോറും അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അതിന് കുമ്മനമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കുമ്മനുണ്ട്, നന്ദേട്ടനുണ്ട്, പിന്നെ ശ്രീധരൻപിള്ള പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പലരും ഉണ്ട്. നമ്മുടെ ഇപ്പോഴും ജഡ്ജാണ് മറ്റേ നഗരേഷ്, അവരൊക്കെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ IC ബാലകൃഷ്ണൻ MLA, അവരും പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പേര് 15 വർഷം കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്. കുമ്മനമൊക്കെ വന്നിട്ട്, കുമ്മനം മുഴുവൻ നടന്നിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സുരേഷ് ഗോപി, അത് പറയാൻ പറ്റേ, സുരേഷ് ഗോപിയും എൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വർഷവും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വർഷം ഉണ്ടായിരുന്നു. അതാണ് കരിന്തണ്ടൻ സ്മൃതി യാത്ര. അപ്പോൾ ഒരു 1000-1500 പേരുണ്ടാവും. വയനാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, ഈ 4 ജില്ലകളിൽ ഈ സമൂഹമുള്ളൂ. അവിടെ നിന്നൊക്കെ വണ്ടിയിൽ വരും, പരിപാടി നടത്തും. സ്വയം നിൽക്കാനുള്ളൊരു അതാണ് കരിന്തണ്ടൻ. അതൊരു റിസൾട്ടാണ്. ഇപ്പോൾ അവിടെ ഒരു ബിംബമുണ്ട്, പ്രതിമ. അത് രമേശനാണ് പണിത്, ML രമേശ്, ഈ എറണാകുളത്തുള്ള, കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിങ്കല്ലല്ല, ശരിക്കും കോൺക്രീറ്റാണ്. നമ്മളവിടെ ഉണ്ടാക്കി. അതിൻ്റെ 3 ലക്ഷം രൂപയാണ് ചിലവ്. 10 അടി ഉയരമുണ്ട്. ഒരു വലിയ വിഗ്രഹമാണ്. അപ്പോൾ അത് വയ്ക്കുമ്പോഴും വിചാരിച്ചു അത്, കാരണം അങ്ങനെയൊരു സ്ഥലമാണ് അത്, വാഹനങ്ങളുടെ പെരളിയാണ്. അപ്പോൾ അത് എറണാകുളത്ത് നിന്ന് അവിടെ എത്തിക്കുമ്പോഴും വിഷമമുണ്ടായിരുന്നു. കാരണം ഇത് മറിഞ്ഞു വീണു, പൊട്ടുന്ന എല്ലാവരും വിചാരിച്ചേ, കൊണ്ടുപോകുമ്പോഴും പൊട്ടുന്ന വിചാരിച്ചു. പക്ഷേ ഒരു തരി പോലും അതിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. സാധാരണ വണ്ടി ഓടുമ്പോഴേ മറിഞ്ഞു വീണാൽ അറിയാലോ, ഈ കോൺക്രീറ്റ് പൊട്ടാൻ എന്ത് വിഷമമല്ലോ, ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ നടന്നു. പിന്നെ അതിൻ്റെ അകത്ത് റിസൾട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി പോസിറ്റീവാണ്. ഇത് പോസിറ്റീവല്ല, അതിലാണ് നമ്മളിങ്ങനെ ട്യൂഷൻ സെൻ്ററുകളായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. 4 ജില്ലകളിലും കൂടി ഒരു 40 എണ്ണം വരെ നടത്തിയിരുന്നു. പിന്നെ ഇത് നിന്നുപോയി. അത് പല കാരണമുണ്ട്. അതിന് സാമ്പത്തിക പിൻബലം ഉണ്ടായില്ല. പിന്നെ ആൾക്കാരെ സ്വരൂപിക്കാനുള്ളൊരു ശക്തി കുറഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. പക്ഷേ ആ കാലത്ത് പഠിച്ചിരുന്ന പലരും, അല്ലെങ്കിൽ നമ്മളായിട്ട് ശ്രമിച്ചിരുന്ന പലരും ഇന്ന് ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, PG കഴിഞ്ഞവരുണ്ട്, MSW കഴിഞ്ഞവരുണ്ട്, ജോലി കിട്ടിയവരുണ്ട്, എൻജിനീയറുണ്ട്. അതൊക്കെ ഈ പണിയ സമുദായത്തിൽ നിന്നുള്ള, അങ്ങനെയുള്ള ഒരു 10-32 പേരുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ റിസൾട്ട്. അതിലൊരു കുട്ടിയുടെ കാര്യം വളരെ വിശദമായിട്ട് യൂട്യൂബിലൊക്കെ വന്നിരുന്നു. ഒരു 6 വർഷം മുമ്പ് ഈ മാതൃഭൂമി ചാനൽ അത് വന്നെടുത്തിരുന്നു, അവരുടെ വീട്ടിൽ വന്നിട്ട്. സുനന്ദ എന്നാ കുട്ടിയുടെ പേര്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഫുൾ ടൈമർ ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഇപ്പോഴും ആഗ്രഹം വിട്ടിട്ടില്ല. ഈ MSW കഴിഞ്ഞ കുട്ടി ഇപ്പോൾ അവിടെ ഓഫീസറാണ്, കളക്ടറേറ്റിൽ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മളങ്ങനെ കുട്ടികളെ വിട്ടിട്ടുണ്ട്. പല ഹോസ്റ്റലും, പല സ്ഥലത്തും. തൃശ്ശൂർ, ഇവിടെ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. CMS കോളേജ്,
നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാരാജ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കേരളവർമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ LLB തൃശ്ശൂർ LLB കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരി പഠിപ്പിച്ചിട്ടുണ്ട്. കോളേജാണല്ലോ സാമൂതിരി. പിന്നെ ഉള്ളത് ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റി, അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ റീച്ചാണ്. ശരിക്കും വിശദമായിട്ട് പോയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ്, ട്രൈബൽ മേഖലയിൽ. അത് പ്രത്യേകിച്ച് മുതുവാൻ, മന്നാൻ, ആ 2 വിഭാഗമേ വയനാട്ടിൽ അവിടെ ഉള്ളൂ. പിന്നെയുള്ള ഊരാളിയാണ്. പിന്നെയുള്ളത് മലയരയാണ്. അവർ കുറേ കൂടി ബെറ്ററാണ്. പക്ഷേ ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ഈ മുതുവ അല്ലെങ്കിൽ മന്നാൻ, അവരൊക്കെ വളരെ വിഷമിക്കുന്ന, നമുക്ക് വിഷമാണെന്ന് തോന്നുന്നേ ഉള്ളൂ. പക്ഷേ ദേ ആർ ഹാപ്പി. കാരണം വെച്ചാൽ പട്ടയമില്ലെങ്കിലും ഏക്കർ കണക്കിന് ഭൂമിയുടെ അധിപന്മാരാണ് അവർ. ഒരു മല മുഴുവൻ അവരാണ് കൊണ്ടു നടക്കുന്നത്. അവരുടെ വീടുകളൊക്കെ നമുക്കും ഒന്നും ആ വീട്ടിൽ സൗകര്യം കുറവാണ്. നത്തിങ്. നമ്മളവിടെ പോയി താമസിച്ച് കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ് നമ്മളൊക്കെ. ഒരു അസ്വസ്ഥതയും നമുക്കുണ്ടാവില്ല. ഭയങ്കര അവർക്ക് നമുക്ക് പല അസൗകര്യങ്ങളും തോന്നും. കുളിക്കാൻ സ്ഥലമില്ലല്ലോ, കുസി പോകാൻ സ്ഥലമില്ലല്ലോ, മൂത്രമൊഴിക്കാൻ എങ്ങനെയാണ്, ഇങ്ങനെ പലതും തോന്നാം. പക്ഷേ വളരെ സുഖമാണ്. ഇപ്പം ഞാൻ പോലും അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഇത് ഉണങ്ങുന്നവരെ ആ തോട്ടിൽ ഇരിക്കും. അത് ട്രൈബിൻ്റെ സ്വഭാവമാണ്. അവർക്ക് വേറെ ഡ്രസ്സൊന്നും വേണ്ട. ഈ ഡ്രസ്സ് തന്നെ നനച്ച് അവിടെ വിരിച്ച് ഉച്ചയ്ക്കേ കുളിക്കുകയുള്ളൂ, കാരണം തണുപ്പല്ലേ. എന്നിട്ട് ഇത് ഉണങ്ങുന്നവരെ ആ തോട്ടിലോ ആ പുഴയിലോ കാണും. ഇങ്ങനെയൊക്കെ ഒരു ജീവിതമുണ്ട് ഇവരുടെ. അപ്പോൾ അങ്ങനെ വളരെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് വയനാട്ടിൽ അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ നന്നായിട്ട് മനസ്സിലാവും. ഇവർ തൃപ്തിയാണല്ലോ, മനുഷ്യൻ്റെ തൃപ്തിയാണല്ലോ വലുത്. ഇപ്പോൾ നിങ്ങൾക്ക് അതൃപ്തിയാണല്ലോ, ഇത് പോരാ, അത് പോരാ, അത് പോരാ. ഇതങ്ങനെയല്ല. വി ആർ ഹാപ്പി. ഇപ്പോൾ ലഭിക്കുന്നത് എന്തോ അതൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ ആ മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ബാക്കി മുഴുവൻ. അതുകൊണ്ട് ഭൂമിക്ക് ആധാരം ഉണ്ടാക്കണമെന്ന് അവർക്കില്ല. വീട്ടിലൊരു 2 ലൈറ്റ് ഇടണമെന്ന് അവർക്കില്ല. മക്കളെല്ലാ ദിവസവും പള്ളിക്കൂടത്തിൽ പോകണമെന്ന് അവർക്കില്ല. ഇങ്ങനെയാണ്. ഹാപ്പിയാ, പിന്നെന്തിനാ? ശരിയല്ലേ? നമ്മളങ്ങനെയല്ല, നമ്മളെന്നും അസ്വസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ അസ്വസ്ഥത അവർക്കില്ല. അത് ഗുണമാണ്. നമ്മളെ പുറമേ നോക്കുന്ന ആൾക്ക് ദോഷമായിട്ട് തോന്നുന്നത്. പട്ടിണി എന്നുള്ളത് ഞാൻ ആ സമൂഹത്തിൽ കണ്ടിട്ടില്ല. ഇടുക്കി ജില്ലയിൽ ഞാൻ പട്ടിണി കണ്ടിട്ടില്ല. മഴയൊക്കെ വരുമ്പോഴത്തെ കാലാവസ്ഥയാണ് ഏറ്റവും രൂക്ഷം. അതിൻ്റെ വെള്ളവും ചെളിയും നടക്കാൻ വയ്യായും, പിന്നെ റേഷൻ വാങ്ങാനുണ്ടെങ്കിൽ ആ റേഷൻ കിട്ടാൻ പോകണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങളുണ്ട്. പിന്നെ റോഡില്ലാത്ത പ്രശ്നമൊക്കെ അവർക്കുണ്ട്. വഴിയില്ല, കാരണം മുഴുവൻ കുന്നും ചെരുവുകളാണ്. വഴി ഉണ്ടാക്കാൻ സാധ്യമല്ല. പിന്നെ കൂപ്പ് റോഡുകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്, നടന്നു പോകണം മുഴുവൻ. അതെല്ലാ കോളനിയും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പിന്നെ ഇവിടെയും പോയിട്ടുണ്ട്. ഈ പറഞ്ഞ മന്നാന്മാരെന്ന് പറഞ്ഞാൽ കോഴിമല രാജാവും ആ നാട്ടിലൊക്കെ. പിന്നെയുള്ള ഇവരുടെ കലാരൂപങ്ങളാണ്, ഗണപതിയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിള്ളയാർന്നാണ് അവർ പറയുക. തമിഴ്നാടായതുകൊണ്ട് പിള്ളയാറിൻ്റെ ഗണപതിയാണ്. അപ്പോൾ ഗണപതിയും സുബ്രഹ്മണ്യനും അവരുടെ ആരാധ്യ ദേവതകൾ. അപ്പോൾ ഇവരെ ആരാധിക്കും. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം പോലെയുണ്ട്, അതിൽ പൂജയുണ്ട്. ഇങ്ങനെ ആരതിക്ക് ഉയരും. ചൂടം കത്തിക്കാമെന്ന്, ചൂടം എന്ന് വെച്ചാൽ കർപ്പൂരം, അതിങ്ങനെ കത്തിക്കും അവർ. അതൊക്കെ കത്തിക്കുന്നതാണ് അവരുടെ. അപ്പോൾ ആരെങ്കിലും ആളിങ്ങനെ തുള്ളും. അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. ചെറു ചെണ്ട കൊട്ടും. അവരുടെ ചെണ്ടയും മുതുവാൻ്റെ ചെണ്ടയൊന്നും വലിയ വ്യത്യാസമില്ല, ഒക്കെ ഒരുപോലത്തെയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഈ ദാരിദ്ര്യം എന്നുള്ളത് എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഈ അരക്ഷിതാവസ്ഥയാണുള്ള ഈ വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളൊരു തോന്നലിൻ്റെ. പിന്നെ ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും, 38 പേര് കേരളത്തിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്, ഈ മുതുവ വിഭാഗത്തിൽപ്പെട്ടവർ. അത് നമ്മുടെ പരിശ്രമമാണ്. ആർക്കും ഇതൊന്നും അറിയില്ല. കാരണം ഇതൊക്കെ എന്താ പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും നമ്മൾ പ്രസിദ്ധി കൊടുത്തിട്ടില്ലല്ലോ. അതാണ് കാര്യം. അതിനെ സഹായിക്കുന്ന ഒരാളുണ്ട്, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാലും പ്രചാരകമാണ്. TL രാധാകൃഷ്ണൻ, മൂവാഴ്ചക്കാരനാണ്. അദ്ദേഹം അടിമാലി കേന്ദ്രമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ഈ ട്രൈബിന് വേണ്ടി മാത്രമാണ്. അതിൽ ചിലർ
ഒരാൾ ഇപ്പോൾ അടുത്ത സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ചേർന്നു വിഷയം പഠിക്കാൻ. ആകെയുള്ളത് സയൻസ് ഒന്നും പറ്റില്ല. ഈ സോഷ്യൽ വിഷയങ്ങളില്ലേ, ഹ്യൂമാനിറ്റീസ് പോലത്തെ ആ വിഷയങ്ങളേ പറ്റുള്ളൂ. സയൻസും മാത്സും ഒരു രക്ഷയില്ല. അതങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം അറിയില്ല. കണക്കിൻ്റെയൊക്കെ വെച്ചാൽ ഒന്നും രണ്ടാണ് കൂട്ടി വയ്ക്കുന്നത്. നമുക്ക് അവരെ വെച്ചാൽ അങ്ങനെ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അവർക്കങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. അതെന്ന് വെച്ചാൽ അതാണ് ജീവിതം. ഇപ്പോൾ നമ്മളൊക്കെ എന്താ കൂട്ടാൻ കാരണം? അത് 1-ന് 2 ആക്കണം, 2-ന് 4 ആക്കണം എന്ന് ആഗ്രഹിച്ച്. അവർക്ക് അതിനെക്കുറിച്ച് കൺസേൺ ഇല്ല. റിയലി. അതുകൊണ്ട് കണക്ക് അവർക്ക് വരില്ല. പിന്നെയുള്ളത് ഈ മറ്റേ ഇതില്ലേ, എന്താണ് പറയുക, ഈ ശാസ്ത്രവും ഇല്ല. അവർ ചെയ്യുന്നതൊക്കെ ശാസ്ത്രീയതയാണെങ്കിലും ആ ശാസ്ത്രം ഇപ്പം അവിടെ എന്താ മൃഗങ്ങളെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ മറ്റേ പന്നിയെ പിടിക്കുന്നു ഒക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്ന അവരുടെ ശാസ്ത്രത്തിലാണ്, അമ്പും വില്ലുമൊക്കെ വെച്ചിട്ടാണ്. അത് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. പക്ഷെ അവരത് ഉണ്ടാക്കുക. അത് ടെക്നോളജിയാണ്. പക്ഷെ അത് ടെക്നോളജി ആയിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട പുതിയ പുതിയ ഡൈമെൻഷൻസ് ഉണ്ടാക്കുമെന്ന് അവർക്ക് സാധ്യമല്ല. അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഈ ആവശ്യമാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ജീവിതം മുതുവ. പക്ഷേ അട്ടപ്പാടിയും വയനാടൊന്നും അങ്ങനെയല്ല. അതിനേക്കാളും കൂടുതലുള്ളത് കോഴിക്കോട്, കണ്ണൂർ, ഈ പറഞ്ഞ മലപ്പുറം, ഈ ജില്ലകളൊക്കെ ദാരിദ്ര്യം ശരിക്കും ഉണ്ട്. തിരിച്ച് കണ്ണൂരും മലപ്പുറമൊക്കെ നമുക്ക് സങ്കടം തോന്നും, ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. ഇപ്പോൾ കണ്ണൂർ ജില്ല നമ്മളെയൊക്കെ സംബന്ധിച്ച് സ്വപ്നഭൂമിയാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമൊക്കെയാണ്. പക്ഷേ 40 വർഷമായിട്ട് അവിടുത്തെ മുഴുവൻ പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. മുഴുവൻ പഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ വല്ല 10-20 പഞ്ചായത്ത് കാണും. ബാക്കി 70-80 പഞ്ചായത്തുകൾ അവരാണ് ഭരിക്കുന്നത്. എത്രയോ കാലങ്ങളായിട്ട് ഭരിക്കുന്നത്. അങ്ങനെയുള്ള പഞ്ചായത്തുകളിലെ കോളനികളിൽ പോയാൽ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം തോന്നും. ഞാനവിടെ പോയി ഒരു കോളനിയിൽ, അത് ഇരിട്ടി അടുത്താണ്, പണിയ കോളനിയാണ്. അപ്പോൾ കിണറുണ്ട്. ആ കിണറ്റിൻ്റെ ചുറ്റും നിന്നിട്ടാണ് ഓപ്പണായിട്ടാണ് എല്ലാവരും കുളിക്കുന്നത്. പുരുഷന്മാർ കുളിക്കും, സ്ത്രീകളും കുളിക്കും. അത് 1. 2, അവിടെ നോക്കുമ്പോൾ കക്കൂസും ഒന്നും ഇല്ല എല്ലാ വീട്ടിലും. അപ്പോൾ കോമൺ ആയിട്ട് 1-2 ഉണ്ട്. അതിങ്ങനെ ചവിട്ടി പൊളിച്ചിട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ പോകും. വീടുകൾ പകുതി പണിത വീടുകളാണ് മുഴുവൻ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ഈ ഇതില്ലേ, പഴശ്ശി ഡാമുണ്ട്. ഇവിടുന്ന് അവിടെ പോകുമ്പോൾ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെയും പോകുമ്പോഴാണ് ഈ പഴശ്ശി ഡാമൊക്കെ. ആ പഴശ്ശി ഡാമിൻ്റെ സൈഡിലായി കോളനിയൊക്കെ, ഈ പറഞ്ഞ കോളനി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ദുഃഖമാണ് ശരിക്ക്. അത് ദാരിദ്ര്യമുണ്ട്. പിന്നെ മദ്യപാനത്തിൻ്റെ രൂക്ഷമായ എഫക്റ്റ് ഉണ്ട് അവർക്ക്. അത് ഞാൻ അവരുടെ ഇതിന് വിടുവാണ്. പക്ഷെ അല്ലാത്ത ദാരിദ്ര്യമുണ്ട്. ഭക്ഷണം കിട്ടായെയും അരി കിട്ടായെയും. ഇപ്പോൾ റേഷൻ കിട്ടുന്നുണ്ടെങ്കിലും റേഷൻ കടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് മിസ് ചെയ്യാറുണ്ട്. അത് അവിടുത്തെ റേഷൻ കടക്കാരൻ മറിച്ച് വിൽക്കുമോ. ഇതൊക്കെ എല്ലാ നാട്ടിലും നടക്കുന്നേക്കാളും കൂടുതൽ അവിടെ നടക്കും. കാരണം ആരും ചോദിക്കാനൊന്നുമില്ലോ. അപ്പോൾ ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ മുഖം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലായമുണ്ട്. ക്ലാസ്സിൽ പോകാത്തതും സ്കൂളില്ലാത്തതും സ്കൂളിലെ അസൗകര്യങ്ങളും പിന്നെ ഈ മൃഗങ്ങളുടെ അസൗകര്യങ്ങളും അതൊക്കെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ട്. കണ്ണൂരും മലപ്പുറത്തും വളരെ കൂടുതലാണ്. വയനാട്ടിൽ ഇല്ലായില്ല, പക്ഷേ അതിനേക്കാൾ കോഴിക്കോട് കുറവാണ്. ഈ 2 ജില്ലകളിൽ വളരെ കൂടുതലാണ്. പക്ഷേ ഇടുക്കി ജില്ലയിൽ നിങ്ങൾക്ക് ഈ മുതുവാന്മാരുടെ ഇടയ്ക്ക് മൃഗങ്ങളുടെ യാതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. ദാരിദ്ര്യം അവിടെ ഉണ്ട്. അതേപോലെയാണ് ഈ വീടില്ലാത്ത പ്രശ്നവും. ഈ മുണ്ടുകടവ് എന്ന് പറഞ്ഞൊരു കോളനിയുണ്ട് നിലമ്പൂർ. അത് 100-120 വീടുള്ളതായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അത് മുഴുവൻ ഒഴുകിപ്പോയി. വീട് വയ്ക്കാൻ സ്ഥലമില്ല, മുഴുവൻ ചതുപ്പായിപ്പോൾ. ഇവിടെ ഇപ്പോഴും പോയാൽ കാണാം. അപ്പോൾ സർക്കാർ നിങ്ങൾക്കിപ്പോൾ ഭൂമി തന്നേക്കാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ അവിടെ പോത്തൻ എന്ന് പറഞ്ഞൊരു വലിയ എസ്റ്റേറ്റ് ഉടമയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പോത്തൻ്റെ ഭൂമി അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്,
90 വർഷത്തേക്ക് കൊടുത്തിട്ട് കാലാവധി കഴിയുമല്ലോ, അത് സർക്കാർ ഏറ്റെടുത്തിട്ട് ഇവർക്ക് കൊടുത്തോ. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ്. തൽക്കാലം ഇവരിതങ്ങ് അംഗീകരിച്ചു. ഞങ്ങളിത് പറയുമ്പോൾ പിന്നെ പിൻവാക്കം പോകുന്ന വെച്ചാൽ പിന്നെ ആയി സർക്കാർ ആലോചിക്കുകയും രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ, നമ്മൾ ചെന്ന് പറയുമ്പോൾ ഇപ്പം റെഡിയാക്കാന്ന് പറയും. അത് കഴിഞ്ഞാൽ ആരും ആലോചിക്കടാ അത് കൊടുത്താൽ അത് ഇന്നയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ അതിപ്പോഴും ഭൂമി കിട്ടാതിരിക്കും. നിലമ്പൂരിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ കഷ്ടിയുള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. കല്ലായി പഞ്ചായത്തിലെ സ്ഥലമാണ്. പുഴ വന്ന് കയറിപ്പോയതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മലപ്പുറം ജില്ലയ്ക്കും കോഴിക്കോട് ജില്ലയ്ക്കും ഇടയ്ക്കൊരു സ്ഥലം ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെയാണ്. അത് ഈ ചാലിയാർ പഞ്ചായത്തിലാണ് വരുന്നത്. അവിടെ ഇതുപോലെ തന്നെയാണ്. അവിടെയും ഭൂമിക്ക് വേണ്ടി, ഭൂമി ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുവാണ്. ഭൂമിയില്ല, പക്ഷെ കുടിലൊക്കെ വെച്ച് കെട്ടി അങ്ങനെ നിൽക്കും. പ്ലാസ്റ്റിക്കാണ് എല്ലാം. അപ്പോൾ ആ ഒരു ദുഃഖം അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും രൂക്ഷമല്ല വയനാട്. വയനാട്ടിൽ എന്താണെന്ന് വെച്ചാൽ അത് നല്ല തറയും നല്ല ഷീറ്റും അത് കുറേ കൂടി ബെറ്ററാണ്. അട്ടപ്പാടിയിൽ ഇപ്പോഴൊക്കെ മാറിപ്പോയി. അവിടെ ഉള്ളത് വേറെ ചില പ്രശ്നങ്ങളാണ് വനവാസികളുടെ ഇടയ്ക്ക്. അപ്പോൾ ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ മുഖം കാണുന്ന 2 ജില്ലയാണ് കണ്ണൂർ ജില്ലയും ഈ പറഞ്ഞ മലപ്പുറം ജില്ലയും. അതാണുള്ളത്. പിന്നെയുള്ളത് ഇവരുടെ മദ്യപാനം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. പക്ഷേ അത് നമ്മൾ കാണണം, അപ്പോഴേ അതിൻ്റെ ആ രസികതയോ ദുഃഖമൊക്കെ മനസ്സിലാവുള്ളൂ. ഒത്തിരി ഉണ്ട് ആ കഥ. കാസർഗോഡ് ജില്ലയിലെ ഒരു കോളനി, അവർ ഈ മാവിലാൻ വിഭാഗത്തിൽ പെടും. അവർ പണിക്ക് പോയിട്ടാണ്, കൂലിപ്പണി എടുക്കുന്നവരാണ്. ഈ മദ്യപാനം അവരുടെ ഒരു പ്രശ്നമാണ്. ഞാനൊരു കോളനി ഒരു വീട്ടിൽ പോയി. അവിടെ നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ തക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ +2 പഠിക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, മാഷ് വരണ്ട, സന്ധ്യയായില്ലേ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2 പ്രവർത്തകർ ഞങ്ങളവിടെ പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയാളുടെ അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്കാണ്. അയാളിങ്ങനെ ആടി വന്ന് ഈ വീടിൻ്റെ അവിടെ വരികയും ഒരൊറ്റ വീഴ്ചയാണ്, പച്ചക്കറി മുഴുവൻ അവിടെ വീണു. അപ്പോൾ ഈ കുട്ടി വരാണ് എല്ലാ ദിവസവും ഇതുവരെയാണ്. ഈ അച്ഛൻ വരുന്നത് 4 കാലിലല്ല, ഇങ്ങനെ ഉരുണ്ടിട്ടാണ് വരിക. വന്ന ഉടനെ അങ്ങ് വീഴുവാണ്. പിന്നെ 10 മണി വരെ എഴുന്നേക്കില്ലാന്ന്. അപ്പോൾ ഈ ഒരു അരക്ഷിതാവസ്ഥയുള്ള വീടുകളാണ്. ഒരു വീടല്ല, ഇത് സോമനിയാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യമുണ്ട്. ഇതുപോലെ തന്നെ അട്ടപ്പാടിയിലും കുറച്ചുകൂടെ അവിടുത്തെ വനവാസിയുടെ ഒരു പൊതുസ്വഭാവം, വനവാസികളിൽ സ്ത്രീകൾക്ക് പവറുണ്ട്. അങ്ങനെ പവർ കാണിക്കുന്ന സ്ത്രീകളുള്ളടത്ത് കുറച്ചുകൂടെ വൃത്തിയാണ്. ഈ അട്ടപ്പാടിയിലൊരാൾ, അയാൾക്ക് റെയിൽവേയിൽ ജോലിയാണ്. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാണ്. ഈ കോഴിക്കോട് പോലത്തെ ഹോസ്റ്റലിൽ നമ്മളായിട്ട് പഠിപ്പിച്ചതാണ്. ഏക്ക് റെയിൽവേയിൽ ജോലി കിട്ടി. അവിടെ അവർക്ക് SLC പാസ്സായ ജോലി കിട്ടും ചിലപ്പം. അങ്ങനെ ക്ലാസ് 4 ആയിട്ട് ജോലി കിട്ടി. അങ്ങനെ ഇയാൾ ആഴ്ചയിൽ ഒരിക്കലേ വരുള്ളൂ. റെയിൽവേയിലല്ലേ, വരുന്ന ദിവസം കോലം തെറ്റിയാണ് വരിക. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വരുന്നു, ഇങ്ങനെ അയാൾ വരുമ്പം മണി 12:15. അട്ടപ്പാടിക്ക് 12:15 ബസ്സില്ല. അപ്പം മണ്ണാർക്കാട് നിന്ന് ഓട്ടോറിക്ഷയിലാണ് ഇയാൾ വരുന്നത്. 400 രൂപ വേണം അന്ന്. 400 രൂപ ഓട്ടോറിക്ഷ ചാർജ് കൊടുത്താലേ വരുള്ളൂ. മണ്ണാർക്കാട് റെഡിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതേപോലത്തെ ആൾക്കാരല്ലേ വരണം, എല്ലാവരും പോവും. അങ്ങനെ ഇയാൾ വന്നപ്പോൾ ഇയാളിങ്ങനെ ഇതല്ലേ. അപ്പോൾ നമ്മുടെ ഒരാളുണ്ട്, കുറച്ച് പ്രായമുള്ള ആളാണ്. അദ്ദേഹം അവിടെ പോയതാണ് യാത്ര ചെയ്യാൻ. ആരാന്ന് വെച്ചാൽ രാമേന്ദ്രൻ മാഷ് മരിച്ചുപോയി. സംഘത്തിൻ്റെ പ്രാന്ത ബൗദ്ധിപ്രമുഖൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അവിടെ അന്ന് ആ വീട്ടിലുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളൊക്കെ അന്വേഷിക്കാൻ പോയതാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര നിർബന്ധം, വനവാസി കല്യാണ സമൂഹത്തിൻ്റെ ആളാണ്, മാഷാണ്, എനിക്ക് കണ്ടേ പറ്റുള്ളൂ, ഭയങ്കര മോഹം, ഞാനവിടെ പഠിച്ചതാണ്. പുള്ളിക്ക് അപ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വരുന്നത്. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ എങ്ങനെയോ മാഷ് സഹിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ചീത്ത വാക്കുകളായി തുടങ്ങി. കാരണം ഈ ഹോസ്റ്റലിൽ നിന്നാൽ അത്ര സുഖമൊന്നും അറിയില്ല. ഹോസ്റ്റലിൽ തോന്നിയ ദിവസമൊക്കെ ഉണ്ടാവില്ല. അപ്പം നിർത്തിയില്ല. പിന്നെ അവസാനം കഥ എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ വന്നിട്ടൊരു ഒറ്റ അടിയാണ്
അതോടെ അത് നിന്നു. പിന്നെ യാതൊരു ബഹളമില്ല, കേൾക്കാൻ തുടങ്ങി. അപ്പം ഇതാണ് ഈ വീടുകളിലൊക്കെ സാമൂഹ്യ സാഹചര്യങ്ങൾ. ഒരു വീട്ടിലല്ല, ഞാൻ പറയുമ്പോൾ കഥയായിട്ട് നിങ്ങൾ കേൾക്കുക, പക്ഷേ ഇത് റിയാലിറ്റിയാണ്. ഇങ്ങനെയാണ് പലതും. അപ്പോൾ ഈ വക ദുഃഖങ്ങൾ അവർ നേരിടുന്നുണ്ട്. പിന്നെ അന്ധവിശ്വാസമുണ്ട്, ഭയങ്കര അന്ധവിശ്വാസങ്ങളാണ്. നിങ്ങൾക്ക് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ രൂക്ഷമാണ്. പ്രത്യേകിച്ച് പണിയരിൽ, അടിയാന്ന് വെച്ചാൽ ജാനുവരത്തിയുടെയൊക്കെ സമൂഹം. അടിയ, പണിയ, കാട്ടുനായ്ക്ക, അവർക്കൊക്കെ ഭയങ്കര വിശ്വാസങ്ങളാണ്. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് ഇവർ തമ്മിലും ചേരില്ല. അങ്ങനെ എത്രയോ വീടുകളിൽ പോയിട്ട് അവരുടെ വഴക്ക് തീർത്തിട്ടുണ്ടോ. അപ്പോൾ ഈ സാഹചര്യങ്ങളാണ് മാറ്റിയെടുക്കേണ്ടത്. അത് മാറണമെങ്കിൽ വിദ്യാഭ്യാസം, പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ, അത് വിജയിച്ചിട്ടില്ല ഇപ്പോഴും. എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ പോയിട്ടുള്ള എല്ലാ കോളനികളുടെയും പ്രശ്നം അതാണ്, പൊതു സമൂഹങ്ങളുടെ ഇടപെടൽ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹങ്ങളുടെ. അപ്പോൾ ഇവരുടെ സ്ഥലത്ത് സംഘത്തിൻ്റെ പേരോ വിശുദ്ധവേഷത്തോ RSS ഒന്നും പറയാൻ പറ്റില്ല. BJP പോലും അങ്ങനെ ചില ആൾക്കാരുണ്ട്, പക്ഷേ BJP പോലും വിഷമമാണ്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ആരുടെ ഐഡൻറ്റിറ്റി നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് പരിചയമില്ല, പക്ഷേ ഞങ്ങൾ നേരെ കയറുക ഓരോ കോളനിയിലും. അങ്ങനെ ആദ്യം ഒരു 30 കോളനി ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ പോകുന്നില്ല അധികം, പക്ഷേ നമ്മൾ വർക്കേഴ്സായിട്ട് 2-3 പേരെ നിർത്തി. അവർക്ക് ഈ പണിയരെക്കുറിച്ച്, ഈ സമൂഹത്തെക്കുറിച്ചൊന്നും അറിയില്ല, വേറെ ജില്ലകളിലുള്ളവരാണ്. അവരോടും പറഞ്ഞു RSSൻ്റെ ഒരു കെയറും കിട്ടില്ല, ആരും പോകണ്ട, നിങ്ങളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയാണ്, നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോയി. അപ്പോൾ ആദ്യമൊക്കെ ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോട്ടേ ഉള്ളൂ ഞങ്ങൾ DYFI കോളനി എന്നൊക്കെ പറഞ്ഞ്, ബാക്കി ഒരു കോളനി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവരെ ഫ്രീ ട്യൂഷൻ സെൻ്ററാണ് ആദ്യം തുടങ്ങി. അങ്ങനെ ഒരു 30 എണ്ണം തുടങ്ങി. അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത് ബാക്കിയൊക്കെ. അവിടെ നിന്നിട്ട് SLC പഠിച്ച, ഡിഗ്രി പഠിച്ച കുട്ടികളെ കണ്ടെത്തി അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് അവർക്ക് ട്രെയിനിങ്, അങ്ങനെ 8 വർഷത്തോളം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. വർഷത്തിൽ 3 തവണ 10 ദിവസം വെച്ചിട്ട് പല അധ്യാപകരും പല സെൻറ്ററും, ഈ ആലുവ മാതൃശാലയിൽ പോലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യാപകമായിട്ട് ഇതിൻ്റെ പരിശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ അതങ്ങ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ആ പരിശ്രമം നടത്തിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ വന്നത്. ഒരു 40-48 പേര് വരെ നമുക്ക് അറ്റ് എ ടൈം ഉണ്ടായിട്ടുണ്ട് ഈ പ്രവർത്തകരായിട്ട്. ഇവർ വരും, പക്ഷേ ആകെ ഒരു പ്രശ്നം, ഇവർക്ക് ഫിനാൻസ് സപ്പോർട്ട് വേണം. അവർ പണം എടുത്തിട്ട് എവിടെയും പോവില്ല, നമ്മൾ എല്ലാം കൊടുക്കണം, ഭക്ഷണത്തിനുള്ളതും അവിടെ യാത്രയ്ക്കുള്ളതും ഒക്കെ. അതൊക്കെ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കണ്ണടച്ച് കളയും. അത് കിട്ടും എന്നുണ്ടെങ്കിൽ ദേ വിൽ കം, അതർവൈസ് വിൽ നോട്ട്. അപ്പോൾ നമുക്കറിയാവുന്നതുകൊണ്ട് അങ്ങനെയാണ് അവർ ശീലിച്ചേക്കണേ. അവർക്ക് അവരുടെ അങ്ങനെ ഒരു സെൽഫ് ഇനീഷ്യേറ്റീവായിട്ട് ഈ കാര്യങ്ങളിൽ, പൊതു കാര്യങ്ങളിലില്ല. അവർക്ക് സിനിമ കാണാൻ പോകാനോ വേറെ കാര്യങ്ങൾക്കും അവർ പൈസ ഉണ്ടായിക്കോളും. ഇതിങ്ങൾ ആരെങ്കിലും ചെയ്യണമെന്ന് അവർക്ക് തീരെയില്ല. അത് അവരുടെ ശീലമാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആളുണ്ടായത്. ഇപ്പോഴും നമുക്ക് ഇപ്പോൾ കുറച്ച് ഡള്ളാണെങ്കിലും ഈ പ്രവർത്തനം ഇനിയും ആവർത്തിക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ഫണ്ടൊക്കെ നമ്മളും സ്വരൂപിച്ച് സ്റ്റാർട്ട് ചെയ്താൽ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ ഈ കാലത്താണ് വളരെ നിർണായകമായ വേറൊരു കാര്യം ചെയ്തത്. അതൊരു വനവാസിയോടും സംഘത്തോടൊക്കെ ചെയ്തൊരു നീതിയാണ്. ശരിക്ക് വനവാസി കല്യാണാശ്രമമോ ഇങ്ങനെയുള്ള പ്രവർത്തനമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് 1964 മുതൽ അവിടെ പ്രവർത്തിക്കുന്നൊരു സംഘടനയുണ്ട്, വയനാട്ടിൽ പ്രത്യേകിച്ചും. ഇവരുടെ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയിട്ട്. കുറിച്യരുടെ ഭൂമിയും കുറുമ്പരുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളായിട്ടോ മുസ്ലിങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറേയൊക്കെ കുറച്ച് ഹിന്ദുക്കളായിട്ടോ പിടിച്ചെടുത്ത് പോയിട്ടുണ്ട്. അത് പുകയില കൊടുത്തോ മെറ്റിൽ കൊടുത്തോ അല്ലെങ്കിൽ ചെറിയൊരു പൈസ കൊടുത്തോ അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്യിച്ചിട്ടോ എങ്ങനെയെങ്കിലും പണയെടുപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് ഈ ഭൂമിയൊക്കെ അവർ അന്യ കൈവശപ്പെടുത്തിയിടുന്നു. അപ്പോൾ കാലാവധി തീർന്നാലും തിരിച്ചു കൊടുക്കാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് 64 മുതൽ നക്സൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷം, പ്രത്യേകിച്ച് നക്സൽ മൂവ്മെൻറ്റൊക്കെ ഇതിനിടയ്ക്ക് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആദിവാസി സംഘം എന്ന് പറഞ്ഞൊരു സംഘടന അവരാലുണ്ടാക്കി. 64 ആ സംഭവം. ഈ അവരുടെയൊക്കെ ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ ഈ സംഘടന 1, 2, 4 ഒക്കെ ആവാൻ വിഷമമൊന്നുമില്ല. അങ്ങനെ 67 ആയപ്പോഴേക്കും ഇത് 2 ആയി. അതിലൊരു വിഭാഗം ഈ പറഞ്ഞ ജനസംഘമായിട്ട് ചേരാൻ തയ്യാറായി. അവരെന്നിട്ട്
കോഴിക്കോട് വന്ന് BJP യുടെ അന്ന് നമ്മുടെ പപ്പേട്ടനൊക്കെ ഉണ്ട്, BJP യുടെ പപ്പേട്ടൻ MP പത്മനാഭൻ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പരമേശ്വരി ഉള്ള കാലമാണ്. ഈ നാരായൺജി തൊടുപുഴ ഇവരൊക്കെ ഉണ്ടെന്ന് ഒക്കെ കോഴിക്കോട് കേന്ദ്ര അവരൊക്കെ കൂടെ തീരുമാനിച്ച് ആദിവാസി സംഘം, കേരള ആദിവാസി സംഘം എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഇവരായിട്ട് തുടങ്ങി 67. അപ്പോൾ ഇവർ ധാരാളം സമരം നടത്തിയെന്ന് വെച്ചാൽ ഭൂമിക്ക് വേണ്ടി. അതൊക്കെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 10-38 സംഭവങ്ങളുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. 67, 68, 69, 70, 71, 72, 73, 74. പിന്നെ അടിയന്തരാവസ്ഥ വന്നു. അപ്പോഴേക്കും അതൊക്കെ പോയി. അപ്പോൾ ഈ 8 വർഷത്തെ ഒരു നിർണായകമായ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ലോകം ധരിച്ചു വെച്ചേക്കണത് ആദ്യമായിട്ട് ആദിവാസിക്ക് സമരം ചെയ്തതും ഭൂമി സംഘടിപ്പിക്കാൻ ശ്രമിച്ചതും CK ജാനുവാണ്. കാരണം ഈ മുത്തങ്ങ സമരമൊക്കെ ആ കാലത്താണ്. ഈ 2000-ത്തിലാണല്ലോ, 2003, 2000 ആ കാലത്താണ്. അപ്പോഴാണ് ഈ വിഷയം വന്നത്. ഇവർ ഇടതുപക്ഷവും മറ്റു ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പുസ്തകമൊക്കെ ഇറക്കി. പ്രത്യേകിച്ച് ഓരോരുത്തരുടെ പ്രസംഗവും ഒത്തിരി പേര് പല ഇഷ്യൂകളും ഇറങ്ങി. അപ്പോൾ എനിക്കും തോന്നി, ഇത് നമുക്കിങ്ങനെ ചരിത്രം ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് ആരും റെക്കോർഡാക്കിയിട്ടില്ല, അതിനെന്താ വഴി? അങ്ങനെ തീരുമാനിച്ചിട്ടാണ് 1970-കളിലെ 1970-കളിലെ ആദിവാസി സമരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം തയ്യാറാക്കി. അപ്പം അങ്ങനെ ആ ബുക്കിറക്കി. ആ ബുക്കിറക്കാൻ അത് ശരിക്ക് ഇനീഷ്യേറ്റീവാണ്. അതിന് ഒരു ചെറിയൊരു ആൾക്കാരെ ഉണ്ടാക്കി ഇന്ന് ജീവിച്ചിരിക്കുന്ന, അന്ന് പ്രത്യേകിച്ച് 10-12 വർഷം മുമ്പത്തെ അല്ലേ, അന്ന് ജീവിച്ചിരിക്കുന്ന ഈ സമരത്തിൽ പോയ ആൾക്കാരുണ്ട്, ആദിവാസികളായിട്ടുള്ളവരും അല്ലാത്തവരും. അവരെ മുഴുവൻ നമ്മൾ മുഖദാവിൽ പോയി ഇതേപോലെ ഇൻ്റർവ്യൂ എടുത്തു. ഈ ടേപ്പ് ഉള്ള റേഡിയോ ഉണ്ടല്ലോ, അത് വെച്ച് അവരുടെ വോയിസ് വെച്ചിട്ട് ടേപ്പ് ചെയ്തു. എന്നിട്ട് അത് ലോങ് ഹാൻഡിൽ എഴുതി. അവർ പറയുന്നത് ഇങ്ങനെ എഴുതി രാത്രി മുഴുവൻ എഴുതി. അങ്ങനെ ഒരു 6 മാസത്തെ പരിശ്രമം ഈ സാധനം റെക്കോർഡുണ്ടാക്കി. എന്നിട്ട് അത് വിലയിരുത്തി പുസ്തകമാക്കി. പരമേശ്വരിയുടെ വക ഒരു ലേഖനം അതിൻ്റെ അകത്ത് എഴുതിച്ചു. അങ്ങനെ ഒരു പുസ്തകമുണ്ട്, കാണേണ്ടതാ. ഇന്ന് എൻ്റെ അത് കാണിക്കാനില്ല നിങ്ങളുടെ ഇല്ല, അതാ പ്രശ്നം. അപ്പോൾ അത് ആ പുസ്തകം ഇറക്കി 2008. അതാണ് ഒരു വലിയ നിർണായകമായ ഒരു കാര്യം. ആ പുസ്തകം ഇറക്കി. പുസ്തകം വളരെ വ്യാപകമായിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയാൽ ഈ പുസ്തകം അവിടെ ഉണ്ടാവും. കേരളത്തിലെ ആദിവാസി സമരങ്ങൾ 1970-കളിലെ, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ് 1970-കളിലെ ആദിവാസി സമരങ്ങൾ. അതിനകത്ത് പലരുടെയും ലേഖനമുണ്ട്. M. ബാലകൃഷ്ണൻ, ഞാൻ, പിന്നെ ഒരു ഹരിദാസ്, പരമേശ്വരജി, P. നാരായൺജി, ഇവരുടെയൊക്കെ ലേഖനമുണ്ട് അതിനകത്ത്. അപ്പം ഈ ലേഖനങ്ങളൊക്കെ ഈ വിഷയത്തെക്കുറിച്ചിട്ടാണ്. അത് വെറുതെ അങ്ങ് എഴുതി വെക്കുകയല്ലേ ഇത്. അഭിമുഖത്തിൻ്റെ ഇത്, പിന്നെ ഒന്നുള്ള പേപ്പർ കട്ടിങ്, ജന്മഭൂമിയിലും കേസരിയിലും മറ്റ് പേപ്പറുകളിലും മനോരമ, മാതൃഭൂമി ഇതിലൊക്കെ വന്ന പ്രസ് കട്ടിങ്സ് ഒക്കെ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുക. പിന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഫോട്ടോ, മരിച്ചുപോയവരുടെ വേറെ, അങ്ങനെ വളരെ വിശദമായ സാധനം. 150 പേജ് ഉള്ളെങ്കിലും ഇറ്റ് ഈസ് എ റെക്കോർഡ്. അപ്പോൾ ഇപ്പം കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ പുസ്തകമുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ പുസ്തകമുണ്ട്. പിന്നെ അതേപോലെ ചില ലൈബ്രറികളിൽ കിട്ടും, ഒക്കെ ഉണ്ട്. ഭൂദാനം ചെയ്യാൻ തോന്നിയത് ഒരു ഇൻസിഡൻറ്റ് കാരണമാണ്. 2018 വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ കോളനിയിലൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ മലപ്പുറം ജില്ലയിലൊരു സ്ഥലത്ത് പോയപ്പം 7 സെൻറ്റ് ഭൂമിയുള്ള ഒരാൾ, അയാൾ ട്രൈബാണ്, പണിയനാണ്. അപ്പോൾ അയാളുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന ആളുടെ വീടും ഒക്കെ മണ്ണൊക്കെ ഒലിച്ചു പോയി 3 സെൻറ്റ്. നീ ഇതിനെ വരണം എൻ്റെ ഭൂമിയിൽ നിന്ന് എടുത്തോളാം. വളരെ കൂളായിട്ടാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ അയാൾ ഇപ്പോഴും അവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സത്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡ്രൈവ് നടത്തിക്കൂടാ? വിനോബാജിക്ക് മാത്രമല്ലല്ലോ. വിനോബാജിക്ക് സംഘടന ഇതേപോലത്തെ പ്രസ്ഥാനത്തിൻ്റെ പിന്താങ്ങലൊന്നുമില്ല. ഇപ്പം നമുക്കിതൊന്നും അല്ല പ്രശ്നം. ഇത്രയും വലിയ പാരാവാര സംഘടനയുണ്ട്, എന്ത് നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ സംഘത്തിൻ്റെ പ്രാന്തീയ ഇതിലും അവരുടെ ഈ സ്റ്റേറ്റ് ബൈറ്റൊക്കെ ഉണ്ടല്ലോ, എല്ലാ വർഷവും നടക്കുന്നത്, ഓരോ വർഷവും. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തു ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. കഴിഞ്ഞ 4 വർഷമായി അതിന് ശ്രമിക്കുന്നു. അപ്പോൾ ഈ അമ്മയുടെ അസുഖം കാരണം എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചല്ല, ഇവിടെ ആക്കിപ്പോയി.
അപ്പോൾ ഇനി ഇതിന് പുറത്തിറങ്ങാൻ പറ്റാതായിപ്പോയി. അങ്ങനെ ഡള്ളായി പോയതാണ്. അപ്പോൾ ഇനി എന്താ അതിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വ്യക്തിപരമായിട്ടൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ യാത്ര എന്ന് വെച്ചാൽ വെറുതെ അങ്ങ് പരപ്പ് യാത്രയല്ല. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ല സംഘത്തിൻ്റെ നെയ്യാറ്റിൻകര ജില്ലയാണ്. അവിടെ പോകും. ഏറ്റവും കൂടുതൽ സ്വയം സേവയുള്ള ശാഖകൾ ചോദിക്കും. അത് എന്തായാലും 5-6 കാണും. ഒരു 50 പേരും 30 പേരും 25 പേരും ഒക്കെ വരുന്നത്. അതിൽ 2 ശാഖയിൽ പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് 2 ശാഖയിൽ പോയി അവരുടെ ശാഖ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിഷയം പറയും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഭൂമിയുള്ളവർ ആരൊക്കെയാണ്, അപ്പോൾ പലരുടെയും പേര് പറയും. അപ്പോൾ അതിൽ ഈ ഇരിക്കുന്നതിൽ ആർക്കൊക്കെ ഭൂമി ഇല്ലാത്ത, വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്, അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ കാര്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ കാര്യകർത്താക്കളെ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള 5-8 പേരെ നമുക്ക് ഓരോ സ്ഥലത്തും കിട്ടും. അവർക്ക് ഭൂമി സംഘടിപ്പിക്കാൻ നമുക്ക് വല്ല വഴിയുണ്ടോ? അങ്ങനെ ആരെങ്കിലും കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവിടുത്തെ ആൾക്കാരെ കൂട്ടി ചിലരെയൊക്കെ കാണും, നമ്മുടെ അനുഭാവികൾ ആൾക്കാർ. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ പോയി, എനിക്ക് ഭൂമിയുണ്ട് പക്ഷെ തരാൻ വിഷമാണ്, മക്കളോട് ചോദിക്കണം എന്നൊക്കെ, ആയിക്കോട്ടെ. ഇതൊന്നും വേണ്ടാത്ത ആൾക്കാരുണ്ടാവും ലോകത്തെ. അങ്ങനെ ഈ ഭൂമി സംഘടിപ്പിക്കുക എന്നുള്ളൊരു ഡ്രൈവ് നടത്തണമെന്ന് വിചാരിക്കുമല്ല. ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും കേരളത്തിലൊരു 15-20 ജില്ലകളിലെങ്കിലും, ഈ സംഘത്തിൻ്റെ 15-20 ജില്ലകളിലെങ്കിലും ഈ ആക്ടിവിറ്റി നടക്കും. ഒരു 25 മുതൽ 40 പേര് ആൾക്കാർക്ക് ഭൂമി കൊടുക്കുന്ന ഒരു ഡ്രൈവ്. അതാണ് ആദ്യത്തെ ഒരു ശ്രമം. അതാണ് പ്ലാൻ. നടക്കായൊന്നുമില്ല, നടക്കുകയൊക്കെ ചെയ്യും, വളരെ നിസ്സാരമായിട്ട് നടക്കും. പിന്നെ ആകെ നടക്കാൻ വിഷമമുള്ളത് നഗരങ്ങളിലാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഉണ്ട്, 52-80 ഉണ്ട്. മുനിസിപ്പാലിറ്റിയിൽ നടക്കില്ല. പിന്നെ വലിയ ടൗൺഷിപ്പുകളിൽ നടക്കില്ല. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോഴാണ് അങ്കമാലി ഓർക്കണത്. അങ്കമാലി ടൗണിൽ നമ്മളൊരു വീട് വെക്കിച്ചു കൊടുക്കുന്നുണ്ട്. 3 നില കെട്ടിടമാണ്. അപ്പം 3 വീട്ടുകാർക്കാണ്. ഒരാൾ 2.5 സെൻറ്റ് ഭൂമി കൊടുത്തിട്ടുണ്ട്. 2.5 അത്രയേ ഉള്ളൂ. അത് അയാൾക്ക് ടൗൺഷിപ്പിലുള്ള അങ്കമാലി ടൗണിന് ചേർന്നിട്ടുള്ള. അപ്പോൾ അതവർ ഇപ്പോൾ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. തറക്കല്ലിട്ടത് കഴിഞ്ഞ ആഴ്ച ഞാനും പോയിരുന്നു. അത് സുരേഷ് ഗോപി വന്നതാണ്. സുരേഷ് ഗോപി അല്ല, ശ്രീധരൻപിള്ള. അപ്പം ഇനി പതുക്കെ നടക്കും. പക്ഷെ ടൗൺഷിപ്പുകളിൽ വിഷമമാണ്, കോർപ്പറേഷനിലൊന്നും ഉണ്ടാവില്ല. ഇതേപോലത്തെ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് നടത്തി തീർക്കാം. ഒരു പതുക്കെ പറ്റുള്ളൂ. ഇത്ര എളുപ്പമല്ല, പക്ഷെ ചെയ്യാൻ പറ്റും. ആദ്യം എല്ലാവർക്കും ഒരു പുച്ഛം തോന്നും, ഇതൊന്നും വിജയിക്കാൻ പോകില്ല. പക്ഷേ കോട്ടയം പോലത്തെ സ്ഥലത്ത് ഇപ്പോൾ കണ്ടില്ലേ, 47 പേര് ഓൾറെഡി ഉണ്ട്. ഇനിയും 40 സെൻറ്റ് ഭൂമി, ആ മൂർത്തി സാറൊക്കെ ഇനിയും 40 സെൻറ്റ് ഭൂമി തരാൻ തയ്യാറാണ്. അവിടെ എഴുതി പേപ്പർ ശരിയാവാത്തതുകൊണ്ടാണ് വേറെ ഒരു 12 പേർക്കും കൊണ്ട് തരാൻ പറ്റായിരുന്നു. അതിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴേ ശരിയാവും. അപ്പോൾ വേറൊരു ഫംഗ്ഷനായി. അതൊക്കെ നടക്കും. നമ്മുടെ ഫയർ ഇതൊരാൾ ചോദിച്ചതാണ്. ഈ പീപ്പ് നടക്കുമ്പോഴേ പീപ്പിൽ ഒരു വേറൊരു ആക്ടിവിറ്റി, ഈ ഇതില്ലേ, കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുന്നത്, ഈ രാജഗിരി MSW ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ശരിക്ക് ആ ആക്ടിവിറ്റി ഞാൻ പറയാൻ മറന്നുപോയി. പീപ്പിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട് കുറേയൊക്കെ. അപ്പോൾ ഇതേപോലത്തെ ആൾക്കാർക്ക് ഇതുണ്ട്, അവരുടെ കോഴ്സ് കഴിയണമെങ്കിൽ ഏതെങ്കിലും ഏജൻസി പോയി പ്രവർത്തിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അങ്ങനെ എത്രയോ ഒരു 100-120 പേർക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ബോംബെ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ചെന്നൈ യൂണിവേഴ്സിറ്റി ഉണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. വലിയ വലിയ കോളേജ്, ഇപ്പോൾ രാജഗിരി, അതേപോലെ ലേസേ ഫെയർ, ഇങ്ങനെ കോളേജുകളുണ്ടല്ലോ, ലയോള. എന്നെ അത്ഭുതപ്പെടുത്തും ഈ കോളേജ് ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ. ഈ ഇൻറ്റേൺഷിപ്പും നമ്മുടെ ഭാഗമാണ്. അങ്ങനെ ഇത്രയും പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതും പീപ്പിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. ആ കരിന്തണ്ടൻ ഇൻറ്റേൺഷിപ്പ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതേപോലെ ഒരു സാമൂഹിക ഒരു ബോധവൽക്കരണം, ഇതൊക്കെ അതിൻ്റെ റിസൾട്ടുകളാണ്. പുറമേ നോക്കുമ്പോൾ മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇതൊക്കെ റിസൾട്ടാണ്. ഇതിനൊക്കെ റെക്കോർഡ് ഉണ്ടോ എന്ന് വെച്ചാൽ ദെയർ ഈസ് റെക്കോർഡ്സ്. നമ്മുടെ കയ്യിൽ ആൽബം ഉണ്ട്, കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഫോട്ടോ വിഷ്വൽസൊക്കെ ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് രാജഗിരിയിലെ അവരുടെ ഈ പ്രോജക്റ്റ് ഓഫീസറുണ്ട്. അയാൾ കത്തനാരാ വെച്ചാൽ പാതിരിയാണ്. അയാളും അയാളുടെ സ്റ്റാഫും കൂടെ അവിടെ വന്നു. 2 പേരുണ്ട്.
അവിടെ വന്നിട്ട് അപ്പോൾ ഇദ്ദേഹം എനിക്കറിയാം ഇദ്ദേഹം പാതിരിയാന്നൊക്കെ. അപ്പോൾ എന്നോട് ഈ പിള്ളേർ പറഞ്ഞിരുന്നു, ഉണ്ണിച്ചേട്ടൻ തന്നെ വിളിക്കുന്നത്, ഉണ്ണിച്ചേട്ടാ പുള്ളി പാതിരിയാ, കുഴപ്പമൊന്നുമില്ലല്ലോ, പാതിരിയല്ല പ്രീസ്റ്റാ, കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞു ആരും കുഴപ്പമില്ല, പുള്ളി ഇവിടെ വരുന്നതിലൊന്നും കുഴപ്പമില്ല, ഇല്ല. അപ്പോൾ പിള്ളേരൊക്കെ മാറിയിരിക്കും, കാരണം അവരുടെ ഓഫീസറല്ലേ, അങ്ങനെ അവർക്ക് അറിയാമല്ലോ നിങ്ങൾ ഈ പ്രൈവറ്റ് കോളേജിൻ്റെ സ്ഥിതി. ഓരോന്നിരുന്നു കസേര ഇതേപോലെ ഇരുന്നിട്ട് എന്തിച്ചു ഇതൊക്കെ പ്രവർത്തിക്കാൻ ഫ്രം വെയർ യു ഗോട്ട് ദ ഫയർ എന്നാണ് എന്നോട് ചോദിച്ചത്. ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഫയറുണ്ടായത് നിങ്ങളുടെ മതമായിരിക്കാം. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി അങ്ങനെയൊക്കെയുള്ള മതം അതിൻ്റെ സംഘടനയൊക്കെയാണ്. എനിക്ക് ഇതിൻ്റെ ഫയർ തന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണെന്ന്. അത് അയാൾക്ക് പിടിച്ചില്ല, മനസ്സിലായില്ല. ഞാൻ ഉടനെ RSS ആണ്. അപ്പോൾ എനിക്ക് പിടികിട്ടി. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള മുഴുവൻ പേരും അറിയുന്ന ആൾക്കാർ കുറവാണ്. നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ RSSൻ്റെയാണെന്ന് പറഞ്ഞു. ഓഹോ, RSSൻ്റെയാണ്. പിന്നെ പുള്ളി അങ്ങനെയുള്ള ചോദ്യങ്ങളേ ചോദിച്ചിട്ടില്ല. അപ്പം എന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് ചോദിച്ചില്ല, ഇവിടെ ക്രിസ്ത്യാനികൾ വന്നാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചില്ല, ഇതൊന്നും ചോദിച്ചില്ല. അയാൾക്കറിയാം അത് ചോദിച്ചിട്ട് കാര്യമില്ല, അതൊന്നും നമ്മുടെ മുമ്പിലൊരു വിഷയമല്ലോ. എൻ്റെ മുമ്പിൽ എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം അവർ നടത്തുന്ന ഇന്റേൺഷിപ്പിന് നമ്മുടെ പറയുന്ന ഒരാശയമെങ്കിലും അതിൻ്റെ അകത്ത് വയ്ക്കും. ഇപ്പോൾ നമ്മുടെ ഈ പുസ്തകം, നമ്മുടെ ഈ പീപ്പിൾ ബേസ് ചെയ്തിട്ട് 2 പേര് റിസർച്ച് സ്കോളർമാരായിട്ടുണ്ട്, PhD കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ പേര് ബിന്ദു, അവർ അടിമാലിക്കാരിയാണ്, പെരുമ്പാവൂർ കല്യാണം കഴിച്ചേക്കണേ, ക്രിസ്ത്യാനിയാണ്, ബിന്ദു മാത്യു എന്നാ പേര്. അപ്പം അവരുടെ അവരെ ഗൈഡ് ഉണ്ടല്ലോ, ഗൈഡ് പറഞ്ഞു നിങ്ങൾ വയനാട്ടിൽ ഇങ്ങനെ പീപ്പിൾ എന്ന് പറഞ്ഞൊരു സംഘടന, അതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ പീപ്പിൾ വന്നു, വയനാട്ടിൽ വന്നു ആ കുട്ടി. എന്നിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് ഇത് തരണം. അപ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്ത് കാണിച്ചു, 1970 സമരവും പിന്നെ ഞാൻ എഴുതിയുള്ള മറ്റു പൂക്കളും. അപ്പോൾ അതിൻ്റെ അകത്ത് വനവാസികൾ അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ് ഹിന്ദുക്കളാണ് എന്നാൽ ആ പുസ്തകത്തിൽ വളരെ ഇത് എഴുതിയിട്ടുണ്ട്. ഹിന്ദുക്കളാവാൻ കാരണം അവരുടെ ആചാര പദ്ധതിയും മറ്റു കാര്യങ്ങളും അവരാദരിക്കുന്ന ദൈവങ്ങളും അവരിടുന്ന പേരുകളും ഒക്കെ ഹിന്ദുവാണ്. പക്ഷെ അതല്ലാന്ന് വരുത്തി തീർക്കാനുള്ള ഒത്തിരി പരിശ്രമങ്ങളാണ് നടന്നത്. ഞാൻ എൻ്റെ ധാരാളം തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ആദിദേവോ അതിദേവത എന്ന് പറഞ്ഞ ചില പുസ്തകം, അത് വളരെ സന്ധ്യ ജെയിൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രസിദ്ധമായിട്ടുള്ളൊരു പേപ്പർ, ഈ പത്രപ്രവർത്തകയാണ്. ഇന്നവരില്ല, അപ്പോൾ മരിച്ചു. അപ്പോൾ അവരുടെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ BC റോയ്, ഇങ്ങനെ പലരും ഉണ്ട്. ഇതൊക്കെ എഴുതിയ ഒത്തിരി പേരുണ്ട്. AK സിംഗ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ആ പേര് ഞാൻ ആൾക്കാരുടെ പേരൊക്കെ ഇനി ഓർത്തു വരണം, ഇപ്പോൾ ഒക്കെ വിട്ടുപോയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഹിന്ദുക്കളായിട്ട് തന്നെ ഇവരെ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ബുക്ക് എഴുതി ഇത് പറയണേ. അങ്ങനെ തന്നെ ആ കുട്ടി എഴുതി. പക്ഷെ ആ കുട്ടിക്ക് PhD കിട്ടി, കേരള യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ ഇതൊക്കെ റിസൾട്ടാണ്. ഇതൊക്കെ റിസൾട്ടായിട്ട് കണക്കാമെങ്കിൽ വലിയ വലിയ റിസൾട്ടുകളാണ്. എന്നെ സംബന്ധിച്ചതൊന്നും വലിയ റിസൾട്ടൊന്നുമല്ല. ഇതൊക്കെ അതിൻ്റെ ആ സാഹചര്യം കൊണ്ട് വന്നു, അത് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്.